ചർച്ചകൾ നടത്തി. അതിൻ്റെ വിശകലനത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ജോ ബൈഡനും വൈറ്റ് ഹൗസിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ലോകം ഇപ്പോൾ US-ലേക്കും ഇന്ത്യയിലേക്കും ഉറ്റുനോക്കുകയാണെന്നും ഇരു രാജ്യങ്ങളും ആഗോള നന്മയ്ക്കും സമാധാനത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ അഭിസംബോധന ചെയ്യുന്നതിനും ആരോഗ്യ സംരക്ഷണം വിപുലപ്പെടുത്തുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള പ്രക്രിയയിലാണ് ഇന്ത്യയും US-നെന്ന് ബൈഡനും പറഞ്ഞു. ഉഭയകക്ഷി ചർച്ചകൾക്കായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൗസിൽ ഔപചാരിക സ്വീകരണമാണ് അദ്ദേഹത്തിന് ഒരുക്കിയത്. പ്രസിഡന്റ് ജോ ബൈഡനും പ്രഥമ വനിത ജിൽ ബൈഡനും നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള US പ്രതിനിധി സംഘവും വൈറ്റ് ഹൗസിൽ സന്നിഹിതരായിരുന്നു. US-ഉം ഇന്ത്യയും തമ്മിലുള്ള ബന്ധം 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും നിർണായകമായ ബന്ധങ്ങളിലൊന്നാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. As democracies, we can better tap into the full talent of all of our people and attract investments as true and trusted partners as leading nations, with our greatest export being the power of our example. Equity under the law, freedom of expression, religious pluralism, and diversity of our people. These core principles have endured and evolved even as they have faced challenges throughout each of our nation's histories, and will fuel our strength, depth, and future. ഇന്ത്യയുമായുള്ള സഹകരണത്തിൽ അഭിമാനമാണെന്ന് ബൈഡൻ പറഞ്ഞപ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് അഭിമാന നിമിഷമാണിതെന്ന് മോദിയും വ്യക്തമാക്കി. इस कालखंड में भारत और अमेरिका की मित्रता पूरे विश्व के सामर्थ्य को बढ़ाने में पूरक होगी. ग्लोबल गुड के लिए वैश्विक शांति, स्थिरता और समृद्धि के लिए दोनों देश साथ मिलकर काम करने के लिए प्रतिबद्ध है. हमारी मजबूत स्ट्रेटेजिक पार्टनरशिप डेमोक्रेसी की ताकत का स्पष्ट प्रमाण है. ഇപ്പോൾ നമുക്കൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മോഹൻ വർഗീസ്, ഇന്ന് ഒരുപക്ഷെ താങ്കൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യത്തെ അഭിസംബോധന കണ്ടിരിക്കും. അദ്ദേഹം പറഞ്ഞത്, മുമ്പ് ഞാൻ അമേരിക്കയിൽ വന്നിട്ടുണ്ട്, വൈറ്റ് ഹൗസ് പുറത്തു നിന്നാണ് കണ്ടത്, ഇന്ന് ആ വൈറ്റ് ഹൗസിൻ്റെ വാതിലുകൾ എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ഇത് രാജ്യത്തിൻ്റെ ഒരു അഭിമാന നിമിഷമാണ്. രണ്ട് കാര്യങ്ങളാണ് നരേന്ദ്രമോദി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നാളിതുവരെയുള്ള ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ കരുത്താർജിക്കുന്നു, ദൃഢമാകുന്നു, ഇന്ത്യയെ ലോകരാജ്യങ്ങൾ ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നു. രണ്ടാമത്, മോദി എന്ന ഇൻ്റർനാഷണൽ സ്റ്റേറ്റ്സ്മാനെ കുറിച്ചാണ്. ഒരു വലിയ ആഗോള തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ലോക നേതാവിൻ്റെ പട്ടികയിലേക്ക് ഉയരുന്നതിൻ്റെ കൂടി സൂചന അദ്ദേഹം തൻ്റെ വാക്കുകളിൽ നൽകുകയാണ്. എങ്ങനെ കാണുന്നു ഈ പ്രതികരണങ്ങളെ? ബൈഡനും അതിനെ സ്വാഗതം ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം, പ്രധാനമന്ത്രിയുടെ വ്യക്തിപ്രഭാവം വല്ലാതെ മുഴച്ചു നിൽക്കുന്ന അവസരമാണിത്. നമുക്ക് നരേന്ദ്രമോദിയും യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായുള്ള ബന്ധത്തെ 3 തലങ്ങളിലാക്കി മാറ്റാൻ സാധിക്കും. ഒന്ന്, ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി പോലും ആകുന്നതിന് മുൻപുള്ള കാലത്ത് അദ്ദേഹം നടത്തിയ ആദ്യ സന്ദർശനം. അപ്പൊ വൈറ്റ് ഹൗസ് അദ്ദേഹം വളരെ ദൂരെ മാറി നിന്ന് മാത്രം കാണാൻ ഭാഗ്യം ലഭിച്ച ഒരാൾ. അതിനുശേഷം ശ്രീ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 2002 ഗുജറാത്ത് കലാപത്തെ തുടർന്നുകൊണ്ട് 2005 നരേന്ദ്രമോദിക്കുള്ള വിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിൻവലിക്കുകയും
അമേരിക്കയിലേക്കുള്ള അദ്ദേഹത്തിന്റെ അനുമതി, കടന്നു വരാനുള്ള അനുമതി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റദ്ദാക്കുകയും ചെയ്തത് രണ്ടാമത്തെ ഘട്ടം. മൂന്നാം ഘട്ടമാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 6 തവണ ആതിഥ്യമരുളി. പക്ഷെ ഇത് 4ാം ഘട്ടമാണിത്. ആദ്യ 5 തവണ ആദ്യ 6 തവണ ആതിഥ്യമരുളിയപ്പോഴും വൈറ്റ് ഹൗസിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ നടക്കുകയും ആ കാര്യമായ സ്വീകരണം ലഭിക്കാതിരിക്കുകയും ചെയ്ത ഒരു സാധാരണ സ്വീകരണമാണ്. എന്നാൽ ഇപ്രാവശ്യം ആദ്യമായി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് ആദ്യമായി ഒരു സ്റ്റേറ്റ് വിസിറ്റ് ലഭിക്കുകയാണ്. ഓർക്കുക, ജോ ബൈഡൻ പ്രസിഡന്റ് ആയതിനു ശേഷം 3 രാജ്യങ്ങൾക്ക് മാത്രമേ സ്റ്റേറ്റ് വിസിറ്റ് അനുവദിച്ചിട്ടുള്ളൂ. ഒന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, രണ്ടാമത്തേത് സൗത്ത് കൊറിയയുടെ നേതാവിന്, മൂന്നാമത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് വരുന്ന വർദ്ധിച്ച പ്രാധാന്യം തീർച്ചയായും ഒരു വലിയ പരിഗണനാ വിഷയമാണ്. മോദി എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം അത് അമേരിക്കയിലെ 1% വരുന്ന ഭാരത വംശജരുടെ ഒരു ഗുഡ് വില്ലിലേക്ക് എത്തി നിൽക്കുമോ എന്ന് അമേരിക്കയുടെ അന്വേഷണം. അതെ, ശ്രീ മോഹൻ വർഗീസ്, അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹാരി ട്രൂമാന്റെ കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് ഹാരി ട്രൂമാൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തോട് ഈ ഗോവൽസ് ഇന്ത്യയിലേക്ക് ഒരു സ്ഥാനപതിയായി പോകണം എന്നാവശ്യപ്പെടുമ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടുന്ന ഒരു വാക്കുണ്ട്. ഞാനത് വായിക്കാം. ഐ തോട്ട് ഇന്ത്യ വാസ് പ്രെറ്റി ജാംഡ് വിത്ത് പുവർ പീപ്പിൾ, കൗസ് അറൌണ്ട് സ്ട്രീറ്റ് വിത്ത് വിച്ച് ഡോക്ടേഴ്സ് ആൻഡ് പീപ്പിൾ സിറ്റിംഗ് ഇൻ ഹോപ്പ് ആൻഡ് ബാത്തിങ് ഇൻ ഗെയിഞ്ചസ് എന്നാണ്. അപ്പോൾ ഐ ഡിഡ്ന്റ് റിയലൈസ് എനിബഡി തോട്ട് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് ഈ ട്രൂമാൻ പറയുന്നത്. അവിടെ നിന്ന് ഇന്ത്യ നോട്ട് ടു ബി എ നേഷൻ റെക്കൺഡ് വിത്ത്, ഒരിക്കലും ഒന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട രാജ്യം പോലുമല്ല എന്ന് കരുതിയിരുന്ന അമേരിക്കയിൽ നിന്ന് കാലം മാറുകയാണ്. നമുക്കറിയാം 1971 ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിലായി. അന്ന് ബംഗ്ലാദേശിലെ ഈ പാകിസ്ഥാൻ നേതൃത്വം നൽകുന്ന വലിയ കലാപങ്ങൾക്ക് പിന്തുണയായാണ് അമേരിക്ക 6ാം കപ്പൽപ്പടയെ അയച്ചത്. ഒരുപക്ഷെ അന്ന് നമുക്കത് ഫലപ്രദമായി റഷ്യയുടെ പിന്തുണയോടുകൂടി തടയിടാനായി എങ്കിലും അന്ന് ആ ബന്ധം അത്ര നന്നായിരുന്നില്ല എന്ന് വ്യക്തമാണ്. പിന്നീട് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമുക്കെതിരെ അവർ സാങ്ഷൻസ് കൊണ്ടുവന്നു. ഇപ്പോൾ അന്ന് ഉണ്ടായ ഒരു പൊഖാറൻ എക്സ്പ്ലോഷനെ ചൊല്ലിയായിരുന്നു ഇന്ത്യക്ക് എതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. അങ്ങനെയൊക്കെ വഷളായി നിന്നിരുന്നൊരു ഇന്ത്യ അമേരിക്ക ബന്ധമാണ് ഈ പോസ്റ്റ് കോൾഡ് വാർ സിനാരിയോയിൽ ശീത സമരാന്തര കാലഘട്ടത്തിൽ കൂടുതൽ കരുത്താർജിക്കുന്നത്. അത് ഇപ്പോൾ വലിയ തോതിൽ മാറ്റം വന്നിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇസ്ലാമിക് ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന അമേരിക്ക ഇന്ന് ആ നിലപാട് മാറ്റുകയാണ്. ഇന്ന് അവർ കുറെ കൂടി ഡെമോക്രാറ്റിക്കായ ഇന്ത്യയെ പങ്കാളിയാക്കുന്നതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്ട്രാറ്റജിക് പാർട്ട്ണർ എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ശ്രീ മോഹൻ വർഗീസ്, ഈ സ്ട്രാറ്റജിക് പാർട്ട്ണർ എന്ന് നമ്മൾ പറയുമ്പോൾ അമേരിക്ക ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ അവരുടെ ഒരു സഖ്യകക്ഷിയായി മാറ്റാനാണോ, അതോ ഇന്ത്യയെ അവരുടെ ഒരു സൗഹൃദ കക്ഷിയായി മാറ്റാനാണോ, ഒരു സുഹൃത്തായാണോ, ഫ്രണ്ട് ഓർ എൻ അലൈ എന്ന ക്വസ്റ്റ്യൻ ഇവിടെ വലിയ തോതിൽ ഉയരുകയാണ്. നമുക്ക് നമ്മുടേതായ ചില അന്താരാഷ്ട്ര നിലപാടുകളുണ്ട്. അത് പണ്ഡിറ്റ് നെഹ്റുവിൽ നിന്ന് തുടങ്ങുന്ന ചേരുചേരാ നയവും ഒക്കെയാണ്. ഈ അന്താരാഷ്ട്ര നയങ്ങൾ റിവ്യൂ ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് നമുക്ക് മുന്നിലുള്ളത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണോ ഈ നരേന്ദ്രമോദിയുടെ പുതിയ സന്ദർശനം നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നത്? വലിയ മാറ്റങ്ങൾ നമ്മുടെ ഈ ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയിൽ ഉണ്ടാക്കേണ്ടതിൻ്റെ സമയമായി എന്നതിൻ്റെ ഒരു ആഹ്വാനമാണോ ഈ ഒരു സന്ദർശനം നമുക്ക് നൽകുന്നത്? സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് വിശാലമായ തലങ്ങളുള്ള ഒരു പ്രയോഗമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ഒരു ദശകമായി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്നൊരു സങ്കല്പമാണ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഈ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന തലത്തിലേക്ക് എത്തുന്നത് 1998 ഉപരോധത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ആ ഉപരോധത്തിന്റെ ഫലം ഇന്ത്യക്ക് ഒട്ടും അനുഭവിക്കേണ്ടി വന്നില്ല എന്നതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കണ്ണപ്പോഴാണ് തുറക്കുന്നത്. അതിനുശേഷം ശ്രീ നരേന്ദ്രമോദി സർക്കാരിന്റെ സമയം വരുമ്പോഴത്തേക്ക് വളരെയധികം തലങ്ങൾ കടന്നുകൊണ്ട് ഭാരതം ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു 3-ാം ലോക രാജ്യം എന്ന നിലയിൽ നിന്നും ഭാരതം ഒരു വലിയൊരു ശക്തിയായി, ഒരു സാമ്പത്തിക ശക്തി കൂടിയായി മാറിക്കഴിഞ്ഞത്. മുൻകാലങ്ങളിലും ഭാരതം ഒരു സൈനിക ശക്തിയാണ്, ആണവശക്തിയാണ്, അതെല്ലാം ശരിയാണ്. അമേരിക്കയ്ക്ക് അറിയാം നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം വളരെ ലോ ആണ്. ഇപ്പോഴും അത് വളരെ താഴ്ന്ന നിലയിൽ ഇരിക്കുകയാണ്. കേവലം 3 ട്രില്യൺ ഇക്കോണമി മാത്രമാണ് ഭാരതം. അമേരിക്ക 25 ട്രില്യൺ ഇക്കോണമിയാണ്.
ചൈനയുടെ 15 ട്രില്യൺ ഇക്കോണമിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഭാരതത്തിന്റെ പ്രാധാന്യം സാമ്പത്തിക രംഗത്തും കുറവാണ്. എന്നാൽ ഭാവി വളർച്ചാ നിരക്ക് കണക്കിലെടുക്കുമ്പോൾ ഭാരതം അതീവ സാധ്യതയുള്ള ഒരു രാജ്യമായി കാണാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ലോകരാഷ്ട്രീയ ഭൂപടം മാറി വരികയാണ്. ഈ പറയുന്ന ഹാരി ട്രൂമാന്റെ കാലത്തെ ശീതയുദ്ധത്തിന്റെ കാലമാണ്. അന്നൊരു ബൈപോളാർ വേൾഡ്, ഇരുധ്രുവ സംവിധാനത്തിൽ ഭാരതം ചേരിചേരാ നയം അഡോപ്റ്റ് ചെയ്യുമ്പോഴും റഷ്യയോട് ഒരു ചെറിയ സോഫ്റ്റ് കോർണർ അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്നു. നമ്മുടെ എല്ലാ ഡിഫൻസ് പർച്ചേസുകളും റഷ്യയിൽ നിന്നായിരുന്നു. അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന ഒരു പതിവ് ഭാരതത്തിന് ഉണ്ടായിരുന്നില്ല. അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ യാതൊരു സഹകരണവും അർത്ഥപൂർണമായ ലെവലിൽ അമേരിക്കയുമായി ഉണ്ടായിരുന്നില്ല. ഒരു ദരിദ്ര രാജ്യം എന്ന നിലയിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കുന്ന രാജ്യം എന്ന ഇമേജാണ് ഹാരി ട്രൂമാന്റെ കാലത്തുണ്ടായിരുന്നത്. അതിനുശേഷം ഘട്ടം ഘട്ടമായി ഭാരതം സ്വയം പര്യാപ്തത നേടിയെടുക്കുകയും ധവള വിപ്ലവം, ഹരിത വിപ്ലവം എന്നുവേണ്ട ബ്ലൂ കോളർ റെവല്യൂഷൻ വരെ ഒരു IT ഹബ്ബായി ഭാരതം മാറുകയും അങ്ങനെ ലോകത്തിന്റെ മുൻനിരയിലേക്ക് ഒരു ടെക്നോ പവറും കൂടി, ഇക്കണോമിക് പവർ മാത്രമല്ല, ഒരു ടെക്നോളജിക്കൽ ജയന്റ് ആൻഡ് സ്പേസ് പവറായി മാറുമ്പോൾ ഭാരതത്തിന്റെ പ്രാധാന്യം അമേരിക്കയ്ക്ക് കാണാതിരിക്കാനാവില്ല. ശ്രീ മോഹൻ വർഗീസ്, ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് നമുക്ക് ആ വിഷയങ്ങളിലേക്ക് തുടർന്നും പോകേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങി വരാം. ഏതായാലും അല്പസമയത്തിനകം ഈ പ്രധാനമന്ത്രിയും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റും മാധ്യമങ്ങളെ കാണും എന്നാണ് കരുതുന്നത്. ഒരു ചെറിയ ഇടവേളയിലേക്ക്. നടക്കുകയാണ്. ഏറെ ഫോളോവേഴ്സുള്ള പേളിമാണി, സെബിൻ, സുജിത്ത് ഭക്തൻ, സജു മുഹമ്മദ് അടക്കം 10 പ്രധാനപ്പെട്ട യൂട്യൂബർമാരുടെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡാണ്. ആദായ നികുതി വകുപ്പിന് കണക്കുകൾ നൽകിയിട്ടില്ല എന്നുള്ള പരാതിയുടെയോ അല്ലെങ്കിൽ അത്തരം കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാവണം റെയ്ഡ് എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. യൂട്യൂബർമാരുടെ വരുമാനത്തിനനുസരിച്ചുള്ള ആദായ നികുതി അവർ നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു റെയ്ഡിലേക്ക് നീങ്ങേണ്ടി വരുന്നത് എന്നുള്ള സൂചനയാണ് ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. സംസ്ഥാനത്ത് ഏറെ ഫോളോവേഴ്സുള്ള, സ്വന്തം നിലയിൽ ഏറെ കാഴ്ചക്കാരൊക്കെയുള്ള പ്രമുഖരായ ആളുകളുടെ വീടുകൾ തന്നെയാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേതെങ്കിലും കേസിൻ്റെ പേരിലല്ല, നികുതിയിൽ കൃത്യമായ കണക്കുകൾ സമർപ്പിക്കുകയും നികുതി അടയ്ക്കുകയും ചെയ്തിട്ടില്ല എന്നതിൻ്റെ പേരിലാണ് ഇവരുടെ വീടുകളിൽ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് നടക്കുന്നത്. പേളി മാണി, അതോടൊപ്പം തന്നെ സുജിത്ത് ഭക്തൻ, സജു മുഹമ്മദ്, സെബിൻ തുടങ്ങി വിവിധ മേഖലകളിൽ മലയാളികൾക്ക് ഏറെ പരിചിതരായ യൂട്യൂബർമാരുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് ഒരേ സമയം റെയ്ഡ് നടക്കുന്നത്. വീണ്ടും MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരുമാനവും അത് സംബന്ധിച്ച് വരുമാനം നികുതിയായി അടയ്ക്കേണ്ട രീതിയും സംബന്ധിച്ച് വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നു. കാരണം പല യൂട്യൂബർമാരും തങ്ങൾക്ക് ലഭിക്കുന്ന പണം നികുതി ഉൾപ്പെടെയുള്ള പണമാണോ ലഭിക്കുന്നത് അടക്കമുള്ള സംശയങ്ങൾ മൂലം പണം സർക്കാരിലേക്ക് മുതൽക്കൂട്ടത്തില്ല, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ വരുമാനമായി ഇത് കാണിക്കുന്നില്ല, ആദായ നികുതി എന്ന രീതിയിൽ ഇത് ഉൾപ്പെടുത്തുന്നില്ല എന്ന വിലയിരുത്തലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച പ്രാഥമികമായ ചില പരാതികൾ ലഭിക്കുകയും അതിൽ ഒരു പരിശോധനാ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ആ പരിശോധനയിൽ തന്നെ ഇത്തരത്തിൽ കൃത്യമായി സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതി ഈ യൂട്യൂബർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്ന് വ്യക്തമാവുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ പരിശോധന നടത്തുന്നത്. നമുക്കറിയാം, പേളി മാണി, സുജിത് ഭക്തൻ, സെബിൻ, സജു മുഹമ്മദ് ഇവരൊക്കെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ആളുകളാണ്, ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർമാർ യൂട്യൂബിലുള്ള ആളുകളാണ്. ഇവർക്കൊക്കെയും 1 കോടി രൂപ മുതൽ 3 കോടി രൂപ വരെയൊക്കെ എല്ലാ വർഷവും വരുമാനം ലഭിക്കുന്നു എന്ന ഒരു വിലയിരുത്തലുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്ര തുകയാണ് നികുതിയായി അടയ്ക്കുന്നത്, അല്ലാതെ ഈ ബാങ്ക് ഇടപാടുകളുടെ കമ്മീഷൻ ഈടാക്കുന്ന തുകയ്ക്ക് അപ്പുറം മറ്റ് നികുതികൾ അടയ്ക്കുന്നുണ്ടോ എന്ന പരിശോധന നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോഴിക്കോട് ആദായ നികുതി വകുപ്പിന്റെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം കോഴിക്കോട് യൂണിറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇതിനനുസരിച്ച് പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും യൂട്യൂബർമാരുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ, ഈ യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് നൽകുന്ന ഇൻവോയ്സ് അവർക്ക് ബാങ്കുകൾ വഴി ലഭിക്കുമ്പോൾ ബാങ്കുകൾ ഈടാക്കുന്ന ട്രാൻസാക്ഷൻ ചാർജുകൾ, ഇതിനപ്പുറം ഇവർ സർക്കാരിന്റെ വിവിധ ഏജൻസികളിലേക്ക് നികുതികളായി പണം അടയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ പണം അടയ്ക്കുന്ന പണത്തിന്റെ തോത് എന്നിവയെല്ലാം ഇവർ പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൊച്ചിയിലും കോഴിക്കോട്ടുമാണ് പ്രധാനമായും റെയ്ഡ് നടക്കുന്നതെന്ന വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. 10 യൂട്യൂബർമാരുടെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നു എന്ന വിവരങ്ങളും ഉണ്ട്. കിരൺ, സംസ്ഥാനത്തെ പ്രമുഖ യൂട്യൂബർമാരുടെ വീടുകളിലും ഓഫീസുകളിലും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുകയാണ്. പേളിമണി, സെബിൻ, സജു മുഹമ്മദ് അടക്കം 10 യൂട്യൂബർമാരുടെ വീടുകളിലാണ് റെയ്ഡ്. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നതെന്നാണ് വിവരം.
സംസ്ഥാനത്തെ പ്രമുഖ യൂട്യൂബർമാരുടെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടക്കുകയാണ്. പേളിമാണി, സെബിൻ, സജു മുഹമ്മദ് അടക്കം 10 യൂട്യൂബർമാരുടെ വീടുകളിലാണ് പ്രധാനമായും റെയ്ഡ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഏതെല്ലാം യൂട്യൂബർമാരുടെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്? എന്തുമായി ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡ്? 10ഓളം കേന്ദ്രങ്ങളിലാണ് സംസ്ഥാനത്ത് ആദായ നികുതി. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൻ്റെ വിശകലനം തുടരുകയാണ്. ശ്രീ മോഹൻ വർഗീസ് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മോഹൻ വർഗീസ്, ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ആവശ്യമുണ്ട്. ഒരുപക്ഷെ അത് സിവിൽ ന്യൂക്ലിയർ പ്രോഗ്രാം ആകാം, ഒരുപക്ഷെ ഈ പാൻഡമിക്കുകൾ, ഇത്തരം മഹാമാരികൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, സ്പേസ് ടെക്നോളജി ആകാം, അത് സമുദ്ര ഗവേഷണമാകാം, അത് കൂടുതൽ പ്രൊഫഷണലുകൾക്ക് വിസ ആവശ്യപ്പെടുന്ന മേഖലയിലാകാം, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലാകാം. അങ്ങനെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രാധാന്യത്തോടു കൂടിയുള്ള സ്ഥിതി, ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അമേരിക്ക എന്താണ് ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നതുകൂടി വിശകലനം ചെയ്യേണ്ട ഒരു സമയമല്ലേ ഇത്? കാരണം നമുക്കറിയാം, ഇപ്പോൾ അമേരിക്ക വലിയ തോതിൽ ഇന്ത്യയുമായി ട്രേഡ് റിലേഷൻസ് നടത്തുന്നു. ഞാൻ ആ ട്രേഡിൻ്റെ കണക്കുകൾ നോക്കുകയായിരുന്നു. അത് കഴിഞ്ഞ കാലങ്ങളേക്കാൾ വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2020-21 അത് 80.51 ബില്യൺ ആയിരുന്നു. അത് 2021-22 ആകുമ്പോൾ അത് 119.42 ബില്യണിലേക്ക് ഉയരുന്നു. അത് ട്രേഡ് സർപ്ലസ് വരുന്നു അമേരിക്കയ്ക്ക് $32.8 ബില്യൺ. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന മൂന്നാമത്തെ വലിയ നിക്ഷേപം വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം ഞാൻ നോക്കുകയായിരുന്നു. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മേഖലകൾ, അമേരിക്കയിലേക്ക് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ മൂന്നാമത്തെ രാജ്യം കൊളംബിയയും അതുപോലെ UK കഴിഞ്ഞാൽ മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ്. അതുപോലെ ഏറ്റവും അധികം പണം ചെലവാക്കുന്ന രാജ്യങ്ങളിൽ, അതായത് അമേരിക്കയിൽ ഏറ്റവും പണം ചെലവാക്കുന്നവരിൽ ഇന്ത്യക്കാരാണ് മുന്നിൽ എന്ന് പറയുന്നു. അങ്ങനെ ഇന്ത്യ വലിയൊരു ശക്തിയായി അമേരിക്കയ്ക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുന്നു എന്നതാണ് ഒരു ഘടകം. പക്ഷേ അമേരിക്ക ഇന്ത്യയിൽ നിന്നും പ്രധാനമായി ഈ നയതന്ത്ര ബന്ധങ്ങൾ എന്ന അർത്ഥത്തിൽ ഉറ്റുനോക്കുമ്പോൾ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക എന്നാണോ ശ്രീ മോഹൻ വർഗീസ് നമ്മൾ കരുതേണ്ടത്? അതോ അതിനപ്പുറത്തേക്കുള്ള താല്പര്യങ്ങൾ അമേരിക്കയ്ക്കുണ്ടോ? ഒരുപക്ഷെ ഇന്ത്യയും അമേരിക്കയും ചില കോമൺ പെർസ്പെക്റ്റീവ് ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ 26/11, 9/11 സംഭവങ്ങളാണ്. അത് ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. രണ്ട് രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയങ്ങൾ. അത്തരം മേഖലകളാണോ അമേരിക്ക കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്? അതോ ഇത് തികച്ചും വ്യാപാര ബന്ധവുമായി മാത്രം ചുരുങ്ങുന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണോ വരുന്നത്? ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ രണ്ടുപേരും ഊന്നി പറഞ്ഞത്, ശ്രീ ജോ ബൈഡനും ശ്രീ നരേന്ദ്രമോദിയും ഊന്നി പറഞ്ഞ ഒരു കാര്യം ഷെയർഡ് വാല്യൂസ് എന്നാണ്. ഇത് വെറും ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ഷെയർഡ് വാല്യൂസ്, കോമൺ വാല്യൂസ്, പൊതുവായ മൂല്യങ്ങൾ, അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരുമിപ്പിച്ച് നിർത്തുന്ന പൊതുമൂല്യങ്ങൾ. അത് ജനാധിപത്യം മുതൽ നിയമവാഴ്ച വരെയുള്ള കാര്യങ്ങളിലെല്ലാം പൊതുമൂല്യങ്ങളാണ്. പക്ഷേ ഞാനതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഷെയർഡ് ഇൻട്രസ്റ്റ് എന്നാണ്. കോമൺ ഇൻട്രസ്റ്റ്, അത് മൂല്യങ്ങൾ മാത്രമല്ല, അതിനെ ഇൻട്രസ്റ്റ് ആയി കൺവേർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു നല്ല റിലേഷൻഷിപ്പിന്റെ ഊടും ഭാവവും ഉണ്ടാവുക. ആ റിലേഷൻഷിപ്പിന് 3 തലങ്ങൾ ഉണ്ടാകണം. യഥാർത്ഥത്തിൽ നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക ഒരു കച്ചവട രാജ്യമാണ്. കച്ചവട താല്പര്യങ്ങളാണ് അമേരിക്ക നയിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഭാരതവും കച്ചവട കണ്ണുകളോട് തന്നെയാണ് അമേരിക്ക സമീപിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് അമേരിക്ക. $119 ബില്യൺ ഉഭയകക്ഷി വ്യാപാരമാണ് ഓരോ വർഷവും നടക്കുന്നത്. അത് വലിയ സർവകാല റെക്കോർഡാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഭാരതത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്ന നിലയിൽ ഭാരതത്തിന് തീർച്ചയായിട്ടും അമേരിക്കയെ ഒഴിവാക്കാനാവില്ല, അമേരിക്കയ്ക്ക് ഭാരതത്തെ ഒഴിവാക്കാനാവില്ല. അതുകൊണ്ട് ഇതൊരു ഷെയർഡ് ഇൻട്രസ്റ്റ് കൂടിയാണ് ഇക്കോണമിയുടെ രംഗത്ത്. ഇനി അതിനേക്കാൾ പ്രധാനമാണ് ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ട്രേഡ്. ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുന്നു. ബിസിനസ് ട്രാൻസാക്ഷൻ, തീർച്ചയായും നമുക്ക് ആയുധ കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നു.
ഭാരതം എന്നും ആഗ്രഹിച്ചിരുന്ന ജെറ്റ് എഞ്ചിനുകൾ ഇതാ ഭാരതത്തിന് ലഭിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ആ ഒരു വലിയ പ്രതീക്ഷയാണ് നമ്മുടെ തേജസ് എയർക്രാഫ്റ്റ്, ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസിന് പ്രൊപ്പൽ ചെയ്യാൻ തക്ക ജെറ്റ് എഞ്ചിനുകൾ വരുന്നു. അത് മാത്രമല്ല ഡ്രോണുകളുടെ കാലഘട്ടമാണ്. ഇപ്പൊ ഇതെല്ലാം ലോകത്തെ ആകമാനം ഡ്രോണുകളാണ്. ഇറാൻ റഷ്യക്ക് ഡ്രോൺ നൽകി സഹായിക്കുന്നു. അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും ഡ്രോണുകൾ ആകാശത്ത് പാറിപ്പറക്കുന്നു. ഇന്ത്യക്ക് അത്യന്താധുനിക സാങ്കേതിക വിദ്യയുള്ള 30 ഡ്രോണുകളാണ്. 3 ബില്യൺ ഡോളറിന്റെ ട്രേഡാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ വലിയ തോതിലുള്ള ഡിഫൻസ് വ്യാപാര കരാറുകളിലേക്ക് എത്തി നിൽക്കുന്നു. ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, അമേരിക്ക ഒരിക്കലും ഇന്ത്യക്ക് കൈമാറില്ല എന്ന് കരുതിയിരുന്ന സാങ്കേതിക വിദ്യകൾ വളരെ പെട്ടെന്ന് ഇന്ത്യക്ക് കൈമാറാൻ സന്നദ്ധമാകുന്ന ഒരു കാഴ്ചയാണ്. മുൻപോർക്ക് അതിശീത സാങ്കേതിക വിദ്യ, ക്രയോജനിക് സാങ്കേതിക വിദ്യ ഭാരതത്തിന് കൈമാറാതെ ഇരുന്നത് കൊണ്ടാണ് 20 വർഷം നമ്മുടെ ആ സ്പേസ് പ്രോഗ്രാം പുറകോട്ട് പോയി. അപ്പൊ നമുക്ക് ചന്ദ്രയാനും മംഗളയാനും എല്ലാം സാധ്യമായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ക്രയോജനിക് ടെക്നോളജി കൊണ്ടാണ്. അമേരിക്ക നമുക്ക് നൽകും എന്ന് വിശ്വസിച്ചിരുന്ന, റഷ്യ നമുക്ക് നൽകും എന്ന് വിശ്വസിച്ചിരുന്ന ആ ടെക്നോളജി അമേരിക്കയുടെ ഇടപെടൽ കാരണം ആണവ കരാറിനെ തുടർന്നുണ്ടായ ആണവ സ്ഫോടനത്തെ തുടർന്നുണ്ടായ ആണവ ടെസ്റ്റിംഗ്. മോഹൻ വർഗീസ്, സമയക്കുറവ് കൊണ്ടാണ്. ഒരുപക്ഷെ ഒട്ടനവധി വിഷയങ്ങൾ ഇത്തരത്തിൽ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്, വലിയ നേട്ടങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സെക്യൂരിറ്റി ത്രെറ്റ്സിനെ സംബന്ധിച്ചു കൂടി അമേരിക്ക എന്ത് നയമെടുക്കുമെന്നൊക്കെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാത്തിരിക്കുന്നു. പാകിസ്ഥാനും ഇന്ത്യയും അതുപോലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ നാളിൽ ഇതുവരെയൊക്കെ ഉണ്ടായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളിൽ എന്ത് നിലപാട് അമേരിക്ക സ്വീകരിക്കുമെന്നതൊക്കെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വളരെ നിർണായകമാണ്. ഏതായാലും ഈ വിശകലന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഇനി ഗൾഫ് 18 കാണാം. राष्ट्रपति बाइडेन, फर्स्ट लेडी डॉक्टर जिल बाइडेन, डिस्टिंग्विश्ड गेस्ट, उमंग और उत्साह से भरे हुए इंडियन अमेरिकन मेरे प्यारे साथियों, आप सबको नमस्कार। सबसे पहले तो मैं राष्ट्रपति बाइडेन के मित्रतापूर्ण स्वागत और दीर्घ दृष्टिपूर्ण संबोधन के लिए उनका हृदय से बहुत बहुत आभार व्यक्त करता हूं। थैंक यू प्रेसिडेंट बाइडेन फॉर योर फ्रेंडशिप। President Biden, First Lady Dr. Jill Biden, distinguished guests, friends from the Indian American community filled with energy and excitement, a very good morning to all of you. First of all, I would like to express my gratitude to President Biden for his warm welcome and his far-sighted speech. Thank you, President Biden, for your friendship. Friends, आज व्हाइट हाउस में शानदार स्वागत समारोह के एक प्रकार से ये भारत के 140 करोड़ देशवासियों का सम्मान है, 140 करोड़ देशवासियों का गौरव है। ये सम्मान अमेरिका में रहने वाले 4 मिलियन से अधिक भारतीय मूल के लोगों का भी सम्मान है। इस सम्मान के लिए मैं राष्ट्रपति बाइडेन और डॉक्टर जिल बाइडेन का उनके प्रति हृदय से बहुत बहुत आभार व्यक्त करता हूं। Friends, this grand welcome ceremony at the White House today is an honor and pride for 1.4 billion people of India. This is also an honor for more than 4 million people of Indian origin living in the US. For this honor, I express my heartfelt gratitude to President Biden and Dr. Jill Biden. Friends, करीब 3 दशक पहले एक साधारण नागरिक के रूप में मैं अमेरिका यात्रा पर आया था और उस समय मैंने
व्हाइट हाउस को बाहर से देखा था। प्रधानमंत्री बनने के बाद तो मैं स्वयं तो कई बार यहां पर आया हूं, लेकिन इतनी बड़ी संख्या में इंडियन अमेरिकन समुदाय के लिए व्हाइट हाउस के द्वार आज पहली बार खोले गए हैं। Friends, about 3 decades ago, I came on a visit to America as a common man. At that time, I had seen the White House from outside. After becoming the Prime Minister, I have come here many times, but today for the first time, the doors of the White House have been opened for the Indian American community in such large numbers. भारतीय समुदाय के लोग अपने टैलेंट, कर्मठता और निष्ठा से अमेरिका में भारत की शान बढ़ा रहे हैं। आप सब हमारे संबंधों की असली ताकत है। आज आपको दिए गए सम्मान के लिए मैं राष्ट्रपति बाइडेन और डॉक्टर जिल बाइडेन का हृदय से अभिनंदन करता हूं। उनका जितना धन्यवाद करूं उतना कम है। The people of the Indian community are enhancing India's glory in the US through their talent, hard work, and dedication. You are the real strength of our relationship. I thank President Biden and Dr. Jill Biden for the honor you've been given today. I think I can't thank him enough for this. फ्रेंड्स, भारत और अमेरिका दोनों के समाज और व्यवस्थाएं लोकतांत्रिक मूल्यों पर आधारित है। दोनों देशों के संविधान, उसके पहले 3 शब्द, और जैसा राष्ट्रपति बाइडेन ने अभी जिसका उल्लेख किया, वी द पीपल, हम दोनों देश अपनी विविधता पर गर्व करते हैं। हम सर्वजन हिताय सर्वजन सुखाय इस मूलभूत सिद्धांत में विश्वास रखते हैं। വൈറ്റ് ഹൌസിൽ ചരിത്ര നിമിഷം. മോദി ബൈഡൻ കൂടിക്കാഴ്ച തുടരുന്നു. ഇന്ത്യയുമായുള്ള സഹകരണത്തിൽ സന്തോഷമെന്ന് ബൈഡൻ. നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യും. പ്രതീക്ഷ മങ്ങുന്നു. ടൈറ്റൻ സമുദ്ര പേടകത്തിന്റെ യന്ത്രഭാഗങ്ങൾ കണ്ടെത്തി. ഓക്സിജൻ തീർന്നതായും സൂചന. കാണാതായത് 5 പേരെ. ഉഗാണ്ടൻ വിദേശകാര്യ സഹമന്ത്രി അബുദാബിയിൽ. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ചർച്ചകൾ. ഹജ്ജിന് മികച്ച ആതുര സേവന സംവിധാനം ഒരുക്കി ഇന്ത്യ. ശുശ്രൂഷ സംഘത്തിലുള്ളത് 335 പേർ. സേവനത്തിന് 170 ഡോക്ടർമാരും 165 പാരാമെഡിക്കൽ ജീവനക്കാരും. സംസ്ഥാനത്തെ യൂട്യൂബർമാരുടെ വീടുകളിലും ഓഫീസിലും ഇ ഡി പരിശോധന. നടപടി നികുതി വെട്ടിപ്പ് പരാതിയിൽ. യൂട്യൂബർ തൊപ്പിക്കെതിരെ തെറിപ്പാട്ട് പാടിയതിന് കേസ്. നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നതിന് എന്തുമാകാം. സഭ്യതയുടെ ഏതതിരും ലംഘിക്കാമെന്ന നിലപാടിലാണോ കണ്ടന്റ് ക്രിയേറ്റർമാർ? ജനറേഷൻ നെക്സ്റ്റ് എന്ന് വിളിക്കുന്ന പുതിയ തലമുറ, പ്രത്യേകിച്ച് കൗമാരക്കാർ, മൊബൈൽ ഫോണുകളിൽ കണ്ണും നട്ട് ആരാധിക്കുന്ന ഈ വൈറൽ താരങ്ങൾ എന്ത് സാമൂഹിക പ്രതിബദ്ധതയിലാണ് മുന്നോട്ട് നീങ്ങുന്നത്? പൊതുജന മധ്യത്തിൽ തെറിപ്പാട്ട് പാടിയതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും തൊപ്പി എന്ന യൂട്യൂബർക്കെതിരെ ഇതാ മലപ്പുറം വളാഞ്ചേരി പോലീസ് കേസെടുത്തിരിക്കുന്നു. പരസ്യമായ നിയമലംഘനങ്ങൾക്ക് മറ്റ് ക്രിമിനൽ കേസുകളിലും
ജയിലിൽ പോയ പ്രശസ്തരായ പല വ്ളോഗർമാരും ഇപ്പോൾ കുപ്രശസ്തരായി മാറിക്കഴിഞ്ഞിരിക്കുന്ന കാലമാണ്. സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റിംഗ് മേഖലയിൽ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും വേണോ? പ്രവാസ ലോകത്തെ മാധ്യമ പ്രമുഖർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ചിന്തിക്കുന്നത് എന്താണ്? പരിശോധിക്കുന്നു ഗൾഫ് 18 പ്രവാസി ശബ്ദം. സ്വാഗതം. ദുബായ് റേഡിയോ ഏഷ്യയുടെ പ്രോഗ്രാം ഡയറക്ടർ സിന്ധു ബിജു, ഒപ്പം മാധ്യമപ്രവർത്തകൻ ഐപ്പ് വള്ളിക്കാടൻ എന്നിവർ നമുക്കൊപ്പം ചേരും. ആദ്യം സിന്ധു ബിജുവിലേക്ക്. സിന്ധു, ജനറേഷൻ ആൽഫ, ജനറേഷൻ നെക്സ്റ്റ് എന്ന് പറയുന്നവരൊന്നും ഞാൻ ഈ പറഞ്ഞു തുടങ്ങിയതിനോട് തീരെ ഐക്യപ്പെടുന്നവരായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ബുൾജറ്റിന് വേണ്ടി ഉയർന്ന വാദങ്ങളൊന്നും നമ്മൾ മറന്നിട്ടില്ല. ഇൻഫ്ലുവൻസർ ആവാൻ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവാൻ എത്തിക്കൽ ആകണമെന്നേ ഇല്ല എന്ന് ഒരു ജനറേഷൻ ചിന്തിച്ചു തുടങ്ങുകയാണെന്ന് തോന്നുന്നുണ്ടോ? അപർണ, ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഞാൻ നോക്കായിരുന്നു. കാരണം എത്രയോ നാളുകളായിട്ട് നമ്മളെല്ലാവരും ആശങ്കയോടെ കാണുന്ന ഒരു സംഭവം തന്നെയാണിത്. പല സമയത്തും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചില കോണ്ടന്റ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നാറുണ്ട്, എങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള കോണ്ടന്റ് ഒക്കെ ഇടാനായിട്ട് ആളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളത്. പക്ഷെ പിന്നെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എത്രത്തോളം നമുക്കറിയാം എല്ലാം സഭ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഒരു ക്രോസ് സെക്ഷൻ തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോ അത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇത്തരത്തിലുള്ള നെഗറ്റീവ് കോണ്ടന്റ് ക്രിയേഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അതിനെ അങ്ങനെ തന്നെ കാണണം. ഒരിക്കലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അതിനെ നമുക്ക് നെഗറ്റീവായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രിയേറ്റിവിറ്റി കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകാൻ, അങ്ങനെ പല വിധത്തില് സോഷ്യൽ മീഡിയ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്, ഒരു സംശയമില്ലാത്തതാണ്. പക്ഷെ ഏതാനും ചിലർ, അത് നമുക്കറിയാം, ചിലർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ സൊസൈറ്റിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഓരോ രാജ്യത്തും ഉണ്ടായിരിക്കേണ്ടതാണ്. അവിടെയാണ് നമുക്ക് പാളിച്ച വരുന്നത് എന്ന് വേണം പറയാൻ. നമ്മുടെ സാധാരണ ഒരു ജീവിതത്തിൽ ആരെങ്കിലും നിയമത്തിന് വിധേയരല്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുമെന്നൊരു ബോധ്യം അവർക്കുള്ളതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ സംവിധാനം ഉണ്ട് എന്നൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള കോണ്ടന്റ് ക്രിയേറ്റർമാരുടെ കാര്യം സിന്ധു, ഈ കാണുന്ന ഈ ഓഡിയൻസ് എന്ന് പറയുന്ന പുതിയ ജനറേഷൻ, നേരത്തെ പറഞ്ഞ പോലെ ജനറേഷൻ ആൽഫ അല്ലെങ്കിൽ ജനറേഷൻ നെക്സ്റ്റ്, ഇവർക്ക് ഈ വിഷയത്തെ കുറിച്ച് തീരെ ബോധ്യമുണ്ടാകുന്നില്ല. അപ്പോൾ ഈ ബോധ്യം ഉണ്ടാകേണ്ടത് അവർക്കാണ്. അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു കാര്യം, ഒരു എത്തിക്കൽ വിഷയവും ഇതിനകത്ത് ഉണ്ടാകേണ്ട ആവശ്യമേ ഇല്ല എന്ന് ഒരു ജനറേഷൻ തന്നെ ചിന്തിക്കുന്നു. അങ്ങനെ കൂടി തോന്നുന്നില്ലേ ഈ അവസരത്തിൽ? അപ്പൊ എനിക്ക് ഒരു പെർട്ടിക്കുലർ ജനറേഷൻ, ആ ഒരു പെർട്ടിക്കുലർ കാലയളവിൽ ജനിച്ചവർ ഇങ്ങനെയാണ് എന്നുള്ള ഒരു ജനറൽ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏത് കാലഘട്ടത്തിലുള്ളവർക്കും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ടാവാം, പോസിറ്റീവ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ടാവാം. അപ്പൊ അത് ഒരു പെർട്ടിക്കുലർ ജനറേഷന്റെ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ട്രെൻഡ്, ഒരു പക്ഷേ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്താലും അത് ഹീറോയിസം ആണ് എന്ന് ചിന്തിക്കുന്നവർ എല്ലാ ജനറേഷനിലും ഉണ്ടായിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് പറയും, എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അതിന് ഒരേപോലെ വാദിക്കാനായിട്ട് രണ്ട് ഭാഗത്തും ആളുകൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആ ഒരു ട്രെൻഡ് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ഇപ്പൊ അപർണ സൂചിപ്പിച്ച ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റില് എന്ത് പറഞ്ഞാലും, ഞാൻ ഹീറോയായി കാണുന്ന വ്യക്തി എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ, അതിനുവേണ്ടി കൈയടിക്കാനായിട്ട് ആയുധങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഒരുപക്ഷെ അതായിരിക്കാം. റൈറ്റ്, ഞാൻ തിരികെ എത്താം. ഐപ്പ് വള്ളിക്കാടൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഐപ്പ്, സോഷ്യൽ മീഡിയയെക്കാളും സ്വാധീനം ഉണ്ടാക്കുന്ന കാലമാണ്. അത് വളരെയധികം നന്നായിട്ട് അറിയുന്ന ആൾ കൂടിയാണ് ഐപ്പ്. യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരില്ല. പക്ഷേ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നവർ അതിര് കടക്കുന്നു വൈറലാകാൻ. അങ്ങനെ ഒരു ആക്ഷേപം ശക്തമാകുന്നു. അതിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അപർണ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാനൊരു മാധ്യമപ്രവർത്തനമാണ്, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു മാധ്യമപ്രവർത്തനമാണ്. നമ്മൾ ഒരുമിച്ച് ജോലിയായിട്ടുള്ള ആളുകൾ കൂടിയാണ്. ഇപ്പൊ ഒരു മാധ്യമപ്രവർത്തന നിലയിലാണ് പല കാര്യങ്ങളെയും ഞാൻ സമീപിക്കാൻ നോക്കുന്നത്. ഈ പറഞ്ഞൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതിനു ശേഷവും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റ് ആയതിനു ശേഷവും ഞാൻ അത്തരത്തിലൊരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വിശ്വാസ്യത എപ്പോഴും ആൾക്കാർ കണക്കിലെടുക്കുകയും അതേപോലെ ബഹുമാനം തരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെയൊന്നും അറിയാത്ത വലിയൊരു ജനവിഭാഗം, ഒരു പുതിയ തലമുറ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അവരെ പ്രീതിപ്പെടുത്താൻ, ഞാനൊരു വലിയ ജേർണലിസ്റ്റ് ആയിരുന്നു, ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരുടെ മുമ്പിലേക്ക് എത്തുന്നതിന് പകരം
അവർക്ക് കൂടി അനുയോജ്യമായ ഒരു കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഈ ഒരു കോമ്പറ്റീഷനിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബേസിക്കലി ഞാനൊരു പരമ്പരാഗത മാധ്യമ പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിവിടെ സർവൈവൽ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയമായിട്ട് മാറും. ഞാനൊരു പരമ്പരാഗത ജേർണലിസ്റ്റ് ആയിട്ട് നിലകൊള്ളുകയാണെങ്കിൽ എന്റെ ഒരു അക്സെപ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഉദാഹരണം പറയണമെങ്കിൽ ഇപ്പൊ എന്റെ അപ്പന് 72 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോഴും ഫേസ്ബുക്കിൽ വളരെ സജീവമായിട്ടുള്ള കക്ഷിയാണ്. പുള്ളി യൂട്യൂബിലെ പുതിയ ആൾക്കാരുടെ വീഡിയോ കണ്ട് ഒരു അഭിപ്രായം പറയുന്നതിന് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അതേ പ്രായത്തിലുള്ള ചില ആൾക്കാർ ഏറ്റവും വലിയ ഇംപ്രസീവ് ആകുന്ന ഇത്തരം പുതിയ ജനറേഷന്റെ പുതിയ കാട്ടിക്കൂടലുകളാണെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊരു സാധനമുണ്ട്. ഇപ്പം പണ്ടൊക്കെ മാധ്യമങ്ങൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. റേറ്റിംഗിന്റെ കാര്യത്തിലായാലും വാർത്തകൾ കണ്ടെത്തുന്ന കാര്യത്തിലായാലും ഇതേപോലെ തന്നെയാണ് ഒരു കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ വല്ലാത്തൊരു ഒരു മത്സരം ഈ യൂട്യൂബേഴ്സിനിടയിലുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു യൂട്യൂബർ അല്ല, ഞാൻ അങ്ങനത്തെ ഒരു ഫേസ്ബുക്ക് ജേർണലിസ്റ്റും അല്ല. പക്ഷെ നമ്മളിൽ കിട്ടുന്ന ചില ആളുകൾ നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ഇഷ്ടമുള്ള സിനിമാ നടന്മാര്, പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികളൊക്കെ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. അവരുപയോഗിക്കുന്ന സോപ്പിന്റെ പരസ്യങ്ങള്, ഷാമ്പുവിന്റെ പരസ്യങ്ങള്, അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സിന്റെ പരസ്യങ്ങൾ, ഇതൊക്കെ ആളുകളെ സ്വാധീനിക്കുകയും അവർ ആ രീതിയിലേക്ക് പോയിട്ട് നമുക്ക് തന്നെ അറിയാം ഒരു പ്രമുഖ നടനെതിരെ സോപ്പ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് കേസ് പോലും ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. അപ്പൊ ഒരു ഇൻഫ്ലുവൻസർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? പിന്നെ മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം പോലും ഒരു ലോക ബ്രാൻഡായിട്ട് മാറ്റാൻ കപ്പാസിറ്റി ഉള്ള ഇൻഫ്ലുവൻസർമാർ ഉള്ള ഒരു നാട് കൂടിയാണ് ഇപ്പോൾ കേരളം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നു എന്നുണ്ട് 1 ലക്ഷത്തിലധികം യൂട്യൂബേഴ്സ് മാത്രം, സബ്സ്ക്രൈബേഴ്സ് അല്ല ഞാൻ പറഞ്ഞത്, യൂട്യൂബേഴ്സ് മാത്രം കേരളത്തിലൊന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയും അധികം നമ്മുടെ വീട്ടിൽ ഒരു യൂട്യൂബർ ഉണ്ടാകും. ചിലപ്പോൾ അയാൾക്ക് 10 സബ്സ്ക്രൈബർ കാണത്തുള്ളൂ, ചിലപ്പോൾ 100 ആയിരിക്കും, ചിലപ്പം 1 മില്യൺ ആയിരിക്കും, ചിലപ്പം 10 മില്യൺ ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. ഈ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു യൂട്യൂബർ ഉണ്ട്. ആ യൂട്യൂബർ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്. സിന്ധു, ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവരെ ഡിനൈ ചെയ്യാൻ കഴിയുകയില്ല, അതൊരു വലിയ വിഷയമാണ്. പിന്നെ അതോടൊപ്പം തന്നെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ കൂടെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഇപ്പോൾ പറഞ്ഞു നിർത്തുന്നത് പോലെ. അപ്പോൾ അത് കൂടുതൽ ഒരു വലിയ ജനറേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ചില മെത്തേഡുകളിലേക്ക്, ചില കോണ്ടന്റുകളിലേക്കൊക്കെ കടക്കേണ്ടതായിട്ട് സിറ്റുവേഷൻ വരുന്നു. അങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ പിന്നെ നിയമപാലനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഒരു വശത്ത് നിൽക്കുക, ഇതിലെ മോശം പുഴുക്കുത്തുകളെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാത്തവർക്ക് ആ ഒരു പോസിറ്റീവ് മെത്തേഡുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് വരിക. ഇപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടാണ് തൊപ്പിക്കെതിരെയുള്ള കേസൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ചിലത് വീക്കായിട്ട് വരികയാണ്, അങ്ങനെ കൂടി തോന്നുന്നു. അതെ, ഞാനിപ്പോ താമസിക്കുന്ന എത്രയോ വർഷങ്ങളായിട്ട് ഞാനിപ്പോ ദുബായിലാണ്, UAE-ലാണ് ഉള്ളത്. ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ട്രമൻഡസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. പൈപ്പ് പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ എണ്ണവും ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്നത് പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്രിമച്ചർ സ്റ്റേജിലാണെന്ന് പറയും. സ്ലോലി ഓരോ രാജ്യങ്ങളും ഈ സോഷ്യൽ മീഡിയ കംപ്ലയൻസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ കാര്യത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമാണ് ഇത് റെഗുലേറ്റ് ചെയ്യാനായിട്ട്, ഇതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട എത്തിക്സ് എന്തൊക്കെയാണ്, മാന്യത എന്തൊക്കെയാണ്, അതിന് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലും നന്നായി തന്നെ സോഷ്യൽ മീഡിയയിലും പ്രോപ്പറായിട്ട് മാനേഴ്സും എത്തിക്സും പാലിക്കപ്പെടണം, നിയമ സംവിധാനത്തിന് അനുസൃതമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു സംവിധാനത്തിലേക്ക്, ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിയമ സംവിധാനങ്ങൾ ശക്തമാക്കുക എന്നത് മാത്രമേ ഒരു വഴിയായിട്ട് കാണുന്നുള്ളൂ. കാരണം ഇവിടെ ഈ ഒരു UAE എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആ ഒരു സംവിധാനം അത് ആണ്, അതിന് അതിൻ്റെതായ രീതിയിലുള്ള ഗുണഗണങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിയമ സംവിധാനം കൂടുതൽ ശക്തമാക്കുക, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റിംഗിൽ ഒരു മാനദണ്ഡം കൊണ്ടുവരിക, അങ്ങനെ അതൊരു പ്രോപ്പർ ഒരു ഫ്രെയിം വർക്കിനകത്ത് ഒരു മാനദണ്ഡം കൊണ്ടുവരിക, അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമുള്ളൂ. അതല്ലാതെ പിന്നെ മറ്റ് എന്ത് ബദൽ മാർഗം നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയും? പ്രവാസികളായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇപ്പൊ സിന്ധു പറഞ്ഞെടുത്ത് നിന്ന് ഞാൻ തുടങ്ങുകയാണ്. കാരണം UAE-ല് ഇൻഫ്ലുവൻസേഴ്സിന് ലൈസൻസ് എടുക്കണം. ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഏണിംഗ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ലൈസൻസ് എടുക്കണം. അതൊരു ഇൻഡിപെൻഡന്റ് ലൈസൻസ് ആണ്. നിങ്ങൾ ഏത് വിസയിലായിക്കോട്ടെ നിങ്ങൾക്കൊരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ഒരു ലൈസൻസ് ഇപ്പോൾ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് UAE.
അത് ഒരു അക്കൗണ്ടബിലിറ്റി വരാനും ഇയാൾ ഇന്ന രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നത് തെളിയിക്കാനും കൂടെയുള്ള ഒരു രേഖ കൂടിയാണ് ആ ലൈസൻസ്. ഞാൻ ഒറ്റ സെക്കൻഡ് ഒന്ന് ഇടപെടുന്നു. ഇപ്പോൾ സിന്ധു, ഇപ്പോൾ US ഇന്ത്യ സംയുക്ത പ്രസ്താവനയിലേക്ക് ഒന്ന് കടക്കുന്നു. ഒന്ന് തത്സമയം. It's a testament to the strong and enduring and thoroughly bipartisan support that exists all across the United States for the friendship and partnership between the United States that they're anxiously waiting to hear you up on Capitol Hill. A partnership that is among the most consequential in the world, that is stronger, closer, and more dynamic than any time in history. Mr. Prime Minister, we've met many times over the past few years, most recently in Hiroshima at the G7 summit, and each time I was struck by our ability to find new areas of cooperation. Together, we're unlocking the shared future of what I believe to be unlimited potential. And with this visit, we're demonstrating once more how India and the United States are collaborating on nearly every human endeavor and delivering progress across the board. From designing new ways to diagnose and treat illnesses like cancer and diabetes, to collaborating on human spaceflight, including sending an Indian astronaut to the International Space Station in 2024, to accelerating the global clean energy transition and tackling the climate crisis we face, to harnessing our shared expertise on critical and emerging technologies like quantum computing and artificial intelligence, to ensuring they are not used as tools of misinformation and oppression. We are doubling down on our cooperation to secure our semiconductor supply chains, advancing Open RAN telecommunications networks, and growing our major defense partnership with more joint exercises, more cooperation between our defense industries, and more consultation and coordination across all domains. Our economic relationship is booming. Trade between our countries has almost doubled over the past decade to more than $191 billion, supporting tens of thousands of good jobs in both India and the United States. Add to that, 1 million American jobs across 44 states will be supported by the purchase of more than 200 American-made Boeing aircraft by that Air India is announcing earlier this year. And with this visit, Indian firms are announcing more than $2 billion in new investments in manufacturing, solar in Colorado, steel in Ohio, and optic fiber in South Carolina, and much more. Further proof that America's manufacturing is back. We're expanding educational exchanges for our students, building on the record 125,000 student visas for Indians to study in the United States we issued last year, and opening new consulates that's going to make it easier for our people to travel, work, and collaborate together. On the issues that matter most and that will define the future, our nations look to one another, including on critical regional and global issues. And today, we also talked about our shared efforts to mitigate the humanitarian tragedies unleashed by Russia's brutal war in Ukraine and to defend the core principles of the UN Charter's sovereignty and territorial integrity. We discussed our work through the Quad and how India and the United States, together with Australia and Japan, can ensure the vital Indo-Pacific region remains free, open, prosperous, and secure. Through our new I2 U2 grouping with Israel and the UAE, we're building regional connections to the Middle East and spurring science-based solutions to global challenges like food security and clean energy. And this year, under India's leadership of the G20, we're putting sustainable development at the center of the agenda. We're delivering meaningful action on low and middle-income nations, including multilateral development bank reform, debt relief, and building resilient and equitable health systems. The bottom line is simple. We want people everywhere to have the opportunity to live in dignity. And let me close with this.
Indians and Americans are both peoples who innovate and create, turn obstacles into opportunities, who find strength in community and family, and who cherish freedom and celebrate the democratic values of universal human rights which face challenges around the world and in each of our countries, but which remain so vital to the success of each of our nations. Press freedom, religious freedom, tolerance, diversity. India now is the most populous country in the world. It's a democracy. We understand that it is the brilliance and the backbone of our people, as diverse and talents and traditions that make us strong as a nation. It's democracies that do that. We see that so clearly here in the United States, where a vibrant Indian American community of more than 4 million strong contributes every single day to the writing of the future of our nation. Indian Americans of every background and faith, representing the full diversity of India, are pursuing their American dream while maintaining deep connections for their Indian heritage and families. That makes us all stronger. That is a cornerstone of this essential partnership between India and the United States, and that is why I know the friendship between our nations is only going to grow as we face the future together. Mr. Prime Minister, the floor is yours. योर एक्सेलेंसी राष्ट्रपति बाइडेन, दोनों देशों के डेलीगेट्स, मीडिया के साथियों, नमस्कार। सबसे पहले मैं राष्ट्रपति बाइडेन को उनके मित्रतापूर्ण शब्दों और भारत अमेरिका संबंधों के बारे में उनके सकारात्मक विचारों के लिए धन्यवाद देता हूं। फ्रेंड्स, आज का दिन भारत और अमेरिका के संबंधों के इतिहास में एक विशेष महत्व रखता है। आज की हमारी चर्चा और हमारे द्वारा लिए गए महत्वपूर्ण निर्णयों से हमारी कॉम्प्रिहेंसिव ग्लोबल स्ट्रेटेजिक पार्टनरशिप में एक नया अध्याय जुड़ा है। एक नई दिशा और नई ऊर्जा मिली है। फ्रेंड्स, भारत अमेरिका की व्यापार और निवेश साझेदारी दोनों देशों के लिए ही नहीं बल्कि वैश्विक अर्थव्यवस्था के लिए भी महत्वपूर्ण है। आज अमेरिका भारत का सबसे बड़ा ट्रेड पार्टनर है। हमने निर्णय लिया है कि व्यापार से जुड़े लंबित मुद्दों को समाप्त कर आईसेट यानी इनिशिएटिव फॉर क्रिटिकल एंड इमर्जिंग टेक्नोलॉजी हमारे तकनीकी सहयोग के महत्वपूर्ण फ्रेमवर्क के रूप में उभरा है। आर्टिफिशियल इंटेलिजेंस, सेमीकंडक्टर्स, स्पेस, क्वांटम और टेलीकॉम जैसे क्षेत्रों में अपना सहयोग बढ़ाकर हम एक मजबूत और फ्यूचरिस्टिक साझेदारी की रचना कर रहे हैं। अमेरिका की माइक्रोन, गूगल तथा एप्लाइड मटेरियल जैसी कंपनियों द्वारा भारत में निवेश करने का निर्णय इस फ्यूचरिस्टिक साझेदारी का प्रतीक है। इस यात्रा के दौरान मुझे अमेरिका के कुछ अन्य सीईओज के साथ मुलाकात करने का भी अवसर मिला। उनके साथ हुई चर्चाओं में भी मैंने भारत के प्रति उत्साह और एक सकारात्मक सोच महसूस किया। हम दोनों सहमत हैं कि हमारी स्ट्रैटेजिक टेक्नोलॉजी पार्टनरशिप को सार्थक करने में गवर्नमेंट्स, बिजनेसेस और एकेडमिक इंस्टीट्यूशंस का साथ आना बहुत महत्वपूर्ण है।
क्लीन एनर्जी ट्रांजिशन में भारत और अमेरिका के साझे विजन को इंप्लीमेंट करने के लिए हमने कई महत्वपूर्ण इनिशिएटिव लिए हैं। इसमें ग्रीन हाइड्रोजन, विंड एनर्जी, बैटरी स्टोरेज, कार्बन कैप्चर जैसे क्षेत्र शामिल है। हमने यह भी निर्णय लिया कि वैश्विक अनिश्चितताओं के बीच भारत और अमेरिका ट्रस्टेड पार्टनर्स की तरह रिलायबल, सिक्योर और रेजिलियंट ग्लोबल सप्लाई चेन और वैल्यू चेन तैयार करेंगे। भारत और अमेरिका के बीच करीबी रक्षा सहयोग हमारे आपसी विश्वास और साझा रणनीतिक प्राथमिकताओं का प्रतीक है। पुराने समय के बायर सेलर्स रिलेशनशिप पीछे छोड़कर आज हम ट्रांसफर ऑफ टेक्नोलॉजी, को डेवलपमेंट और को प्रोडक्शन की तरफ बढ़ चुके हैं। जनरल इलेक्ट्रिक द्वारा भारत में टेक्नोलॉजी ट्रांसफर के माध्यम से इंजन बनाने का निर्णय एक लैंडमार्क एग्रीमेंट है। इससे दोनों देशों में रोजगार के नए अवसर भी खुलेंगे। यह आने वाले समय में हमारे रक्षा सहयोग को एक नया स्वरूप देगा। इस सहयोग में दोनों देशों के रक्षा उद्योग और स्टार्टअप्स महत्वपूर्ण पार्टनर्स हैं। उन्हें आपस में जोड़ना हमारे डिफेंस इंडस्ट्रियल रोडमैप का मुख्य उद्देश्य है। स्पेस साइंस और टेक्नोलॉजी में हमारा गहरा और वर्षों पुराना सहयोग रहा है। आज हमने आर्टेमिस अकॉर्ड्स में शामिल होने का निर्णय लेकर हमारे स्पेस कोऑपरेशन में एक लंबी उड़ान भरी है। संक्षेप में कहूं तो भारत और अमेरिका की साझेदारी के लिए इवन स्काई इज नॉट द लिमिट। फ्रेंड्स, हमारे संबंधों का सबसे महत्वपूर्ण स्तंभ हमारे पीपल टू पीपल टाइज है। भारतीय मूल के 40 लाख से भी ज्यादा लोग आज अमेरिका की प्रगति में महत्वपूर्ण योगदान दे रहे हैं। आज सुबह व्हाइट हाउस में इतनी बड़ी संख्या में भारतीय लोगों की उपस्थिति इस बात का प्रमाण है कि इंडियन अमेरिकन्स हमारे संबंधों की असली ताकत है। इन संबंधों को और गहरा करने के लिए हम अमेरिका द्वारा बेंगलुरु और अहमदाबाद में कॉन्सुलेट्स खोलने के निर्णय का स्वागत करते हैं। उसी तरह सिएटल में भारत का नया कॉन्सुलेट खोलेंगे। फ्रेंड्स, आज की बैठक में हमने कई क्षेत्रीय एवं वैश्विक मुद्दों पर चर्चा की। इंडो पैसिफिक में शांति और सुरक्षा यह हमारी साझा प्राथमिकता है। हम एकमत है कि इस क्षेत्र का विकास और सफलता पूरे विश्व के लिए महत्वपूर्ण है। हमने क्वाड पार्टनरशिप के साथ मिलकर इस क्षेत्र के सभी देशों के साथ अपना समन्वय बढ़ाने पर विचार साझा किए। आतंकवाद और कट्टरवाद के खिलाफ लड़ाई में भारत और अमेरिका कंधे से कंधा मिलाकर चल रहे हैं। हम सहमत हैं कि क्रॉस बॉर्डर टेररिज्म को समाप्त करने के लिए ठोस कार्रवाई आवश्यक है। कोविड महामारी और यूक्रेन संघर्ष से ग्लोबल साउथ के देश विशेष रूप से पीड़ित हुए हैं। हमारा मत है कि इन समस्याओं के समाधान के लिए सभी देशों का एकजुट होना अनिवार्य है। यूक्रेन के घटनाक्रम के शुरुआत से ही भारत ने डायलॉग और डिप्लोमेसी के माध्यम से इस विवाद को सुलझाने पर जोर दिया है।
हम शांति की बहाली के लिए हर संभव योगदान देने के लिए पूरी तरह से तैयार है। भारत की G20 की अध्यक्षता में हम वन अर्थ, वन फैमिली, वन फ्यूचर उस पर बल दे रहे हैं। ग्लोबल साउथ की प्राथमिकताओं को आवाज दे रहे हैं। मैं राष्ट्रपति बाइडेन का धन्यवाद करता हूं कि उन्होंने अफ्रीका को G20 का पूर्ण सदस्य बनाने के मेरे प्रस्ताव पर समर्थन जताया है। फ्रेंड्स, हमारे सभी साझे प्रयासों का मूल मंत्र है लोकतंत्र और लोकतांत्रिक मूल्यों तथा व्यवस्थाओं को सशक्त करना। विश्व के दो सबसे बड़े लोकतंत्र भारत और अमेरिका मिलकर विश्व शांति, स्थिरता, समृद्धि में महत्वपूर्ण सहयोग दे सकते हैं। मुझे विश्वास है कि इन मूल्यों के आधार पर हम दोनों देशों के लोगों की ही नहीं बल्कि पूरे विश्व की अपेक्षाओं और आकांक्षाओं को पूरा कर सकेंगे। राष्ट्रपति बाइडेन, आज की उपयोगी चर्चा के लिए मैं आपका बहुत बहुत धन्यवाद करता हूं। इस वर्ष G20 समिट के दौरान आपका भारत में स्वागत करने के लिए भारत और मैं स्वयं भी बहुत ही उत्सुक है। और जैसा राष्ट्रपति जी ने कहा, हम लोगों को मुझे जाना है बाद में कांग्रेस को एड्रेस करने के लिए, और इसलिए ज्यादा अधिक समय न लेते हुए मैं मेरी बात को विराम देता हूं। मैं फिर एक बार राष्ट्रपति का बहुत बहुत धन्यवाद करता हूं। Well, the Congress is actually waiting to, and anxiously waiting to hear you. I'm told there are two questioners, Sabrina from the Wall Street Journal and Kumar from the Trust of India. And Sabrina, you first. Thank you, Mr. President. I have a question for the Prime Minister, but first a two-part question for you. Your comments at a fundraiser this week appear to be the first time in recent memory that a sitting U.S. president has called a Chinese leader a dictator. Did those comments about President Xi undermine or complicate the progress your administration has made in maintaining a relationship with China? And secondly, on India, as you raise these broader issues of human rights and democracy, what is your message to those, including some members of your own party, who say that your administration is overlooking the targeting of religious minorities and crackdown on dissent in Prime Minister Modi's country? The answer to your first question is no. When we're talking to our allies and partners around the world, including India, we let the idea of my choosing and avoiding saying what I think is the facts with regard to the relationship with India, with China, is just not something I'm going to change very much. I think I believe that, and I've said this for some time, that the hysteria about the relationship with China is collapsing and moving, et cetera, we had an incident that caused some confusion, you might say. But Secretary Blinken had a great trip to China. I expect to be meeting with President Xi sometime in the future, in the near term, and I don't think it's had any real consequence. And what was your second question? So as you raise these broader issues of human rights and democracy, what is your message to those, including some members of your own party, who believe that your administration is overlooking the targeting of religious minorities and a crackdown on dissent in India? Well, look, the Prime Minister and I had a good discussion about democratic values, and that's the nature of our relationship. We're straightforward with each other, and we respect each other. One of the fundamental reasons that I believe the U.S.-China relationship is not in the space it is in the U.S.-Indian relationship
is that there's an overwhelming respect for each other because we're both democracies. And it's a common democratic character of both our countries that, and our people, our diversity, our culture, our open, tolerant, robust debate. And I believe that we believe in the dignity of every citizen. And it is in America's DNA, and I believe in India's DNA, that the whole world has a stake in our success, both of us, in maintaining our democracies, makes us appealing partners, and enables us to expand democratic institutions around the world. And I believe this, and I still believe this. Mr. Prime Minister, India has long prided itself as the world's largest democracy, but there are many human rights groups who say that your government has discriminated against religious minorities and sought to silence its critics. As you stand here in the east room of the White House, where so many world leaders have made commitments to protecting democracy, what steps are you and your government willing to take to improve the rights of Muslims and other minorities in your country and to uphold free speech? मुझे आश्चर्य हो रहा है कि आप कह रहे हैं कि लोग कहते हैं नहीं, भारत डेमोक्रेसी है। और जैसा राष्ट्रपति बाइडेन ने कहा, भारत और अमेरिका दोनों के डीएनए में लोकतंत्र है। लोकतंत्र हमारा स्पिरिट है, लोकतंत्र हमारी रगों में है, लोकतंत्र को हम जीते हैं और हमारे पूर्वजों ने उसको शब्दों में ढाला है संविधान के रूप में। और हमारी सरकार लोकतंत्र के मूलभूत मूल्यों को आधार लेकर के बने हुए संविधान के आधार पर चलती है। और हमारा संविधान और हमारी सरकार, और हमने सिद्ध किया है डेमोक्रेसी कैन डिलीवर। और जब मैं डिलीवर कहता हूं तब कास्ट, क्रीड, रिलीजन, जेंडर, किसी भी भेदभाव को वहां जगह नहीं होती है। और जब हम लोकतंत्र की बात करते हैं तब अगर ह्यूमन वैल्यूज नहीं है, ह्यूमैनिटी नहीं है, ह्यूमन राइट्स नहीं है, फिर तो वो डेमोक्रेसी है ही नहीं। और इसलिए जब आप डेमोक्रेसी कहते हैं, जब डेमोक्रेसी को स्वीकार करते हैं और जब हम डेमोक्रेसी को लेकर के जीते हैं, तब डिस्क्रिमिनेशन का कोई सवाल ही नहीं उठता है। और इसलिए भारत सबका साथ, सबका विकास, सबका विश्वास, सबका प्रयास, उन मूलभूत सिद्धांतों को लेकर के, और इसलिए हम चलते हैं। भारत में सरकार के जो बेनिफिट्स हैं वो एक्सेस टू ऑल है, जो भी उसके हकदार हैं उन सबको मिलते हैं। इसलिए भारत के लोकतांत्रिक मूल्यों में कोई भेदभाव नहीं है, न धर्म के आधार पर, न जाति के आधार पर, न उम्र के आधार पर, न भूभाग के आधार पर। Kumar. Yeah, thanks a lot, sir. Sir, my question is on the issue of climate change. Both countries have spoken strongly about the need to tackle the climate change, but there is a view. I'm sorry. Yeah, both. But there is a view that ambitious targets are set, but implementation is found often lacking. And there is also a criticism of lack of technological transfer, financial transfer from the developed countries to the developing nations. How do you both leaders see the way ahead on this pressing issue? Well, first of all, I think it is the existential threat to humanity, climate change. It's the most serious problem we face as human beings. We have to keep it below 1.5 degrees Celsius. We've made enormous progress here in the United States on dealing with this issue by doing three things. Number one, by insisting that we move every one of our industries into a position where they can take advantage of cheaper
and more extensive and more available renewable energy, whether it's solar or wind or hydrogen and green hydrogen. There's a whole range of things we've been working on. In addition to that, we find ourselves in a position that what we've done is that we have significantly reduced for example, I made a commitment 30% of all our land and sea and oceans were in conservation, could not be developed. We're well on our way to doing that, and that's also absorbing carbon from the air as a consequence of that because of the conservation. We are in a position as well, but we have provided for significant increase in funding for a whole range of issues, but not just for the United States, but for the rest of the world. For example, we're working with the G7 to provide for infrastructure work for dealing with global warming on the continent of Africa. In Angola, building the largest solar project, moving ourselves, having railway to go all the way across the southern from the Atlantic Ocean to the Indian Ocean in Africa, to be able to transport and do it cheaper and do it with less, how can I say it, less carbon emissions. We're trying to work with other countries to maintain their carbon sinks so they don't have to develop them like we did in causing pollution, and we're trying to figure out how to work out to pay them not to develop certain areas like the Amazon and Brazil. But there's a lot of technology that's available that we're sharing and we share with one another. We've learned how to do solar energy, which is considerably cheaper than it is for fossil fuels. The same way dealing with not just solar, but dealing with wind. And so there's a lot of technology that we've developed, and we're well on our way, I think, to meeting the commitment we made that we made in Paris. And we're prepared to share all of that with India that has a desire to do the same. एक्सेलेंसी, आपने सही कहा। जहां तक भारत का सवाल है, एनवायरमेंट, क्लाइमेट, ये हमारे सांस्कृतिक परंपरा में अत्यंत महत्वपूर्ण स्थान है उसका। हमारे लिए एनवायरमेंट ये आर्टिकल ऑफ फेथ है, ये कन्वीनियंस के कारण करने का हमारा काम नहीं है, हम ये मानते हैं। हम एक्सप्लॉयटेशन ऑफ नेचर में विश्वास नहीं करते हैं। पूरे सृष्टि को चलाने के लिए मिल्किंग ऑफ नेचर तक तो चल सकता है, लेकिन एक्सप्लॉयटेशन ऑफ नेचर नहीं चल सकता है। हम इस पक्ष में रहे हैं और उसी के मूल पर आधार पर भारत अपने लिए करता है, इतना ही नहीं, हम कुछ ग्लोबल इनिशिएटिव भी ले रहे हैं। आपको मालूम है, G20 देशों ने पेरिस में जो प्रॉमिस किया था, सभी G20 देशों में अकेला हिंदुस्तान है जिसने पेरिस में जो प्रॉमिस किए थे वो सारे प्रॉमिस पूरे किए हैं। इतना ही नहीं, सोलर एनर्जी के क्षेत्र में हमने ग्लासगो में रिन्यूएबल एनर्जी के क्षेत्र में 500 गीगावाट का टारगेट रखा है। हमने 2030 तक भारत की रेलवे का नेट जीरो का लक्ष्य रखा है। और भारत की रेलवे कहने के बाद आपको उसका स्केल पता होना चाहिए। भारत की रेलवे का मतलब है कि हर दिन मेरे यहां रेल के डिब्बे में पूरा ऑस्ट्रेलिया होता है। इतना बड़ा मेरा देश है और वहां मैं 2030 तक रेलवे को नेट जीरो लेकर के चल रहा हूं। उसी प्रकार से जो हमने सोलर एनर्जी के टारगेट तय किए थे, हमने इथेनॉल के टारगेट तय किए थे 10% का, वो समय से पहले पूरा कर दिया। हम 20% इथेनॉल ब्लेंडिंग की दिशा में आगे बढ़ रहे हैं। हम ग्रीन हाइड्रोजन को इनिशिएट कर रहे हैं और भारत ग्रीन हाइड्रोजन हब बने, उस दिशा में हम काम कर रहे हैं। हमने दुनिया के लिए इंटरनेशनल सोलर अलायंस उसका हमने लॉन्च किया और आज दुनिया के कई देश उसमें भारत के साथ मिलकर के आगे बढ़ रहे हैं।
हमने जो आइलैंड कंट्रीज है उनको स्पेशली सोलार के क्षेत्र में मदद करके उनको एक नया विश्वास दिया है कि हम आपकी कठिनाइयों में आपके साथ हैं, भावी किसी भी संकट के लिए हम आपकी चुनौती को पार करने के लिए हमारी जिम्मेवारियां निभाएंगे, आपको भी मदद करेंगे। हम वो देश हैं जिसने एक और नया क्षेत्र हाथ लिया है। हम देख रहे हैं कि नेचुरल कैलेमिटी के कारण आज मनुष्य मृत्यु की चर्चा तो होती है, लेकिन इंफ्रास्ट्रक्चर का इतना नुकसान होता है जो 50-50 साल तक भरपाई नहीं हो सकता। और इसलिए ये जो क्लाइमेट चेंज के कारण जिस प्रकार का संकट आ रहा है, तो ऐसा इंफ्रास्ट्रक्चर बनना चाहिए जिसमें रेजिलियंस हो, और इसके लिए CDRI हमने एक ग्लोबल ऑर्गेनाइजेशन को जन्म दिया है। और आपको पता होगा, मैंने ग्लासगो के अंदर एक विषय रखा है दुनिया के सामने, और जिसको पिछले दिनों UN सेक्रेटरी जनरल और मैंने उसको लॉन्च किया है, लाइफ स्टाइल फॉर एनवायरमेंट। हर इंडिविजुअल को प्रो क्लाइमेट, प्रो एनवायरमेंट अपना जीवन जीने का तरीका डेवलप करना होगा। इतने बड़े संकट के लिए उस दिशा में भी हम काम कर रहे हैं, और मुझे विश्वास है कि भारत ने जो आज इन क्षेत्रों में काम शुरू किया है, इसलिए नहीं कि भारत ने दुनिया के एनवायरमेंट को बुरा किया है, लेकिन हम इसलिए कर रहे हैं कि हमारी भावी पीढ़ी की हमें चिंता है। हम हमारी भावी पीढ़ी को ऐसा विश्व नहीं दे सकते हैं कि जिसके लिए उसके लिए जीना कठिन हो जाए। और इसलिए एक ग्लोबल रिस्पॉन्सिबिलिटी के रूप में भारत ने खुद ने कुछ बुरा नहीं किया है तो भी अच्छा करने में, योगदान देने में हम अग्रिम भूमिका निभा रहे हैं, और हम आगे भी निभा रहेंगे। जहां तक समृद्ध देश हैं, लगातार चर्चा रही है, टेक्नोलॉजी ट्रांसफर हो, फाइनेंशियल मदद हो, और धीरे धीरे विश्व भी मन बना रहा है कि जो देश इसमें करना चाहते हैं उनको टेक्नोलॉजी की मदद मिले, उनको फाइनेंशियल मदद मिले। हम प्रतीक्षा कर रहे हैं कि जितना जल्दी इस विषय में आगे बढ़ेंगे, दुनिया को इस संकट से हम जल्दी से मुक्त कर पाएंगे। धन्यवाद। Let me add one thing to that. We have caused damage in the United States the way we developed over the last 300 years. And that's why I was able to convince my colleagues in the Congress to pass legislation, the largest climate fund ever in American and the world history, $369 billion. $369 billion to deal with the climate crisis. And we're doing it extensively now, and I think you're going to see significant progress. Thank you all very, very much. ഇന്ത്യ അമേരിക്ക സംയുക്ത പ്രസ്താവനയാണ് കണ്ടത്. സ്പേസ് ടെക്നോളജി, പ്രതിരോധം, അതോടൊപ്പം തന്നെ വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരണം ശക്തിപ്പെടുത്തും എന്ന് മോദിയും അതോടൊപ്പം തന്നെ ജോ ബൈഡനും ഒരേ സമയം ആവർത്തിക്കുകയായിരുന്നു. US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി മോദി പോകുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ ദൃഢമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്കാണ് ഇന്ത്യയും അമേരിക്കയും കടക്കുന്നത്. ആ ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു ചർച്ചയും കൂടിക്കാഴ്ചയും കൂടിയാണ് ഇത്തവണ നടന്നത് എന്നുകൂടി ആവർത്തിക്കുകയായിരുന്നു ഇരു രാഷ്ട്ര തലവന്മാരും. സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് നാസയുടെ പുതിയ ദൗത്യത്തിൽ വരെ ഇന്ത്യ പങ്കാളിയാകും എന്നുകൂടി ആവർത്തിച്ചിരിക്കുന്നു ജോ ബൈഡൻ. ഒപ്പം പുതിയ വ്യാപാര കരാറുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ കൂടുതൽ വ്യവസായ പ്രമുഖർ ഉൾപ്പെട്ടിട്ടുള്ള കൂടുതൽ വ്യാപാര കരാറുകളിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്യുന്നു എന്നുകൂടി മോദിയും ജോ ബൈഡനും വ്യക്തമാക്കിയിരിക്കുമ്പോൾ വളരെ സുപ്രധാനപ്പെട്ട നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായി തന്നെ മോദിയുടെ ഇത്തവണത്തെ അമേരിക്കൻ സന്ദർശനം ഒപ്പം വൈറ്റ് ഹൗസിലെ സന്ദർശനവും കൂടിക്കാഴ്ചയും മാറുകയും ചെയ്തിരിക്കുന്നു എന്നുകൂടിയാണ് വ്യക്തമാക്കുന്നത്. ഈ അവസരത്തിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം, വിശകലനങ്ങളിലേക്കും ഇടവേളയ്ക്ക് ശേഷം. And institutions of both India and the US are based on democratic values. The constitutions of both countries begin with the following three words: we, the people, as President Biden just mentioned.
Both of our countries take pride in their diversity. Both of us believe in the fundamental principle of in the interest of all, for the welfare of all. पोस्ट कोविड काल में वर्ल्ड ऑर्डर एक नया रूप ले रहा है। इस कालखंड में भारत और अमेरिका की मित्रता पूरे विश्व के सामर्थ्य को बढ़ाने में पूरक होगी। ग्लोबल गुड के लिए वैश्विक शांति, स्थिरता और समृद्धि के लिए दोनों देश साथ मिलकर काम करने के लिए प्रतिबद्ध है। हमारी मजबूत स्ट्रेटेजिक पार्टनरशिप डेमोक्रेसी की ताकत का स्पष्ट प्रमाण है। In the post-COVID era, the world order is taking a new shape. In this time period, the friendship between India and the US will be instrumental in enhancing the strength of the whole world. The two countries are committed to work together for the global good and for global peace, stability and prosperity. Our strong strategic partnership is a clear proof of the power of democracy. फ्रेंड्स, अब से कुछ ही देर में राष्ट्रपति बाइडेन और मैं भारत अमेरिका संबंधों और अन्य क्षेत्रीय और वैश्विक मुद्दों पर विस्तार से बातचीत करेंगे। मुझे विश्वास है कि हमेशा की तरह आज भी हमारी बातचीत बहुत सकारात्मक और उपयोगी रहेगी। आज दोपहर को मुझे यूएस कांग्रेस को एक बार फिर से संबोधित करने का अवसर मिलेगा। इस सम्मान के लिए मैं आपका हृदय से आभारी हूं। Friends, in a short while from now, President Biden and I will discuss India-US relations and various regional and global issues. I'm sure that, as always, our conversation today will be very positive and useful. This afternoon, I will also have an opportunity to address the US Congress for a second time. I am deeply grateful for this honor. मैं यही कामना करता हूं और 140 करोड़ भारतवासी भी यही कामना करते हैं कि भारत का तिरंगा और अमेरिका का स्टार एंड स्ट्राइप्स हमेशा नई ऊंचाइयां छूते रहे। राष्ट्रपति बाइडेन, डॉक्टर जिल बाइडेन, एक बार फिर आपके स्नेह भरे निमंत्रण के लिए, आपके गर्मजोशी भरे स्वागत और आतिथ्य सत्कार के लिए मैं आपका और 140 करोड़ हिंदुस्तान वासियों की तरफ से आभार प्रकट करता हूं। जय हिंद। गॉड ब्लेस अमेरिका। बहुत बहुत धन्यवाद। പ്രതിരോധം, വ്യാപാരം, സ്പേസ് ടെക്നോളജി അടക്കമുള്ള മേഖലകളിൽ കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ അമേരിക്ക തീരുമാനം. സംയുക്ത പ്രസ്താവനയാണ് അല്പം മുൻപ് കണ്ടത്. ജോ ബൈഡനും നരേന്ദ്രമോദിയും നടത്തിയ സംയുക്ത പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് കൂടി മനു ഭരത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. എത്രത്തോളം നിർണായകമായിട്ടുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് ഇരു രാഷ്ട്രങ്ങളും കടന്നു എന്നുകൂടിയാണ് വ്യക്തമാക്കിയത്. കൂടുതൽ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തും, അതോടൊപ്പം തന്നെ ആഴത്തിലുള്ള ദൃഢമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ഇരു രാഷ്ട്രങ്ങളും കടക്കുന്നു എന്ന് രണ്ടുപേരും ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. മനു, വിവരങ്ങളിലേക്ക്. Together, we're unlocking a shared future, what I believe to be unlimited potential. And with this visit, we're demonstrating once more how India and the United States are collaborating on nearly every human endeavor and delivering progress across the board.
ഇന്ത്യയുമായിട്ടുള്ളത് ആഴത്തിലുള്ള ഒരു ബന്ധമാണ് എന്ന് ജോ ബൈഡൻ വ്യക്തമാക്കുകയാണ്. വിവിധ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിലേക്ക് ഇന്ത്യ കടക്കുമ്പോൾ അമേരിക്കയുമായിട്ട് വ്യാപാര തലത്തിൽ കൂടുതൽ ബന്ധങ്ങൾ, കൂടുതൽ മേഖലകളിലേക്ക് അത് ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. സ്പേസ് ടെക്നോളജി അടക്കമുള്ള വിഷയങ്ങളിൽ നേരിട്ട് ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സഹകരണത്തിലേക്ക് കൂടി കടക്കുകയാണ് US എന്ന് കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. മനു ഭരത് ചേരുന്നു വിവരങ്ങളുമായി. മനു, എത്രത്തോളം നിർണായകമായിട്ടുള്ള ഇതുകൂടിയായിരുന്നു സംയുക്ത പ്രസ്താവന? ഇരു രാഷ്ട്രങ്ങളുടെയും ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള ആഴത്തിലുള്ള ഒരു ബന്ധമാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പുതിയ മേഖലകളിലേക്ക് സഹകരണം ഉറപ്പാക്കുന്ന എന്തെല്ലാം തീരുമാനങ്ങളിലേക്ക് കടന്നു എന്നാണ് വിവരം? അപർണ, ഇന്ത്യ US ബന്ധം ഇരു രാജ്യങ്ങൾക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ പ്രധാനപ്പെട്ടതാണ് എന്നാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ആർട്ടിമസ് ഉടമ്പടിയിൽ ചേരാൻ ഇന്ത്യ സമ്മതിച്ചിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന് മതത്തിൻ്റെയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പക്ഷപാതമില്ല. ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പരിമിതികളില്ലാത്ത ഭാവിയാണ് തുറക്കുന്നത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജോ ബൈഡനും ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. നാളെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പൂർത്തിയാക്കുക. ശനിയാഴ്ച അദ്ദേഹം ഈജിപ്തിലേക്ക് തിരിക്കും. അതിനു മുമ്പാണ് നിർണായകമായ ഈ വാർത്താ സമ്മേളനം. വൈറ്റ് ഹൗസിലെ ഈസ്റ്റ് റൂമിലാണ് ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടത്. ബഹിരാകാശ സഹകരണത്തിന് ഒരു പുതിയ കുതിച്ചുചാട്ടം എന്നാണ് ആർട്ടിമസ് ഉടമ്പടിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവിധത്തിലും സജ്ജരാണ് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. തീവ്രവാദത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ ഒരുമിച്ച് നീങ്ങാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വികസനമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന വാക്യം അവിടെയും ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും തീവ്രവാദത്തിനെതിരെ ഇന്ത്യയും അമേരിക്കയും ഒറ്റക്കെട്ടായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ നീക്കം. അതോടൊപ്പം തന്നെ ഈ ബഹിരാകാശ പരിവേഷണങ്ങളിൽ ആർട്ടിമസ് അക്കോർഡുകൾ ഇന്ത്യ പങ്കാളിയാകുന്നതോടുകൂടി ഇന്ത്യയുടെ ബഹിരാകാശ പരിവേഷണത്തിന് കൂടുതൽ ഊർജവും കൂടുതൽ കരുത്തും ലഭിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. അതുപോലെ തന്നെ പല വിഷയങ്ങളിലും ഈ സഹകരണം വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രതിരോധ മേഖലകളിൽ ജോയിന്റ് എക്സസൈസുകൾ, സംയുക്ത അഭ്യാസ പ്രകടനങ്ങളിലേക്ക് ഉള്ള താല്പര്യം വർദ്ധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പ്രതിരോധ സംബന്ധമായ വ്യവസായങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സംബന്ധമായ വ്യവസായങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവും അതിനുവേണ്ടിയുള്ള കോർഡിനേഷനും ഉണ്ടാകും എന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കുന്നു. ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് പ്രധാനമന്ത്രി ജോ ബൈഡനൊപ്പം നടത്തുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് ഒരു രാജ്യത്തിന് മാത്രമല്ല, അത് ലോകത്തിൻ്റെ മൊത്തം കാര്യങ്ങളെ സംബന്ധിച്ചതാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഒപ്പം തന്നെ ഈ ഉക്രൈനിൽ റഷ്യ നടത്തിയ യുദ്ധം, അതിൻ്റെ ശേഷമുള്ള വിഷയങ്ങളെ മാനവികതയുടെ മുഖം കൊണ്ട് പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായും ഇവിടെ ജോ ബൈഡൻ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ അമേരിക്കയിലുള്ള ഇന്ത്യൻ വംശജരെക്കുറിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ വളരെ എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണെന്ന് മോദി പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വ്യവസായ പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വലിയ ഒരു വാതിൽ തുറക്കുന്നു വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് അമേരിക്ക എത്രത്തോളം ആഴത്തിലുള്ള ഒരു വിശ്വാസം കൂടിയാണ് ഇന്ത്യയിൽ അർപ്പിക്കുന്നത് എന്ന് കൂടി വ്യക്തമാകുന്നതായിരുന്നു ജോ ബൈഡന്റെ വാക്കുകൾ. ഇന്ത്യ അമേരിക്ക സംയുക്ത പ്രസ്താവനയുടെ തത്സമയ സംപ്രേഷണവും വിശകലനവും കൂടിയാണ് കണ്ടത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കെല്ലാം തിരികെ എത്താം. മറ്റ് അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ ഇടവേളയ്ക്ക് ശേഷം. I wish for, and the 1.4 billion people of India wish with me, for India's tricolor and America's stars and stripes to always keep flying higher and higher. President Biden, Dr. Jill Biden, once again, I thank you for your kind invitation, for your warm welcome and hospitality.
also on behalf of 1.4 billion people of India. Jai Hind, God bless America. Thank you very much. राष्ट्रपति बाइडेन, फर्स्ट लेडी डॉक्टर जिल बाइडेन, डिस्टिंग्विश्ड गेस्ट, उमंग और उत्साह से भरे हुए इंडियन अमेरिकन मेरे प्यारे साथियों, आप सबको नमस्कार। सबसे पहले तो मैं राष्ट्रपति बाइडेन के मित्रतापूर्ण स्वागत और दीर्घ दृष्टिपूर्ण संबोधन के लिए उनका हृदय से बहुत बहुत आभार व्यक्त करता हूं। थैंक यू प्रेसिडेंट बाइडेन फॉर योर फ्रेंडशिप। President Biden, First Lady Dr. Jill Biden, distinguished guests, friends from the Indian American community filled with energy and excitement, a very good morning to all of you. First of all, I would like to express my gratitude to President Biden for his warm welcome and his far-sighted speech. Thank you, President Biden, for your friendship. Friends, आज व्हाइट हाउस में शानदार स्वागत समारोह के एक प्रकार से ये भारत के 140 करोड़ देशवासियों का सम्मान है, 140 करोड़ देशवासियों का गौरव है। ये सम्मान अमेरिका में रहने वाले 4 मिलियन से अधिक भारतीय मूल के लोगों का भी सम्मान है। इस सम्मान के लिए मैं राष्ट्रपति बाइडेन 16 channels, 15 languages, 26 states, 1200 plus reporters, 67 plus crore viewers, India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1200 plus reporters. നമസ്കാരം. ലാസ്റ്റ് എഡിഷൻ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. Americans of every background and faith, representing the full diversity of India, are pursuing their American dream while maintaining deep connections for their Indian heritage and families. हमारे सभी साझे प्रयासों का मूल मंत्र है लोकतंत्र और लोकतांत्रिक मूल्यों तथा व्यवस्थाओं को सशक्त करना. സുരക്ഷിത ഭാവിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഇന്ത്യ അമേരിക്ക സംയുക്ത പ്രസ്താവന. പുതിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കും. വൈറ്റ് ഹൌസിൽ മോദിക്ക് ഊഷ്മള സ്വീകരണം. അമേരിക്കൻ കോൺഗ്രസിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പ്രതീക്ഷ മങ്ങുന്നു. ടൈറ്റൻ സമുദ്രപേടകത്തിന്റെ യന്ത്രഭാഗങ്ങൾ കണ്ടെത്തി. ഓക്സിജൻ തീർന്നതായും സൂചന. കാണാതായത് 5 പേര്. സംസ്ഥാനത്ത് വീണ്ടും പനിമരണം. കൊട്ടാരക്കര സ്വദേശി ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചു. ചികിത്സ തേടിയവരുടെ എണ്ണം 13,000 കടന്നു. ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ്. കെ വിദ്യ പോലീസ് കസ്റ്റഡിയിൽ. സമാന കേസുകളുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ഗൂഢാലോചനയൊന്നും നടന്നിട്ടില്ലെന്ന് അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പൽ. KSU നേതാവ് അൻസിലിന്റേത് വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് FIR. അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി.
പ്രിയ വർഗീസിന് ആശ്വാസം. അസോസിയേറ്റ് പ്രൊഫസർ നിയമന കേസിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി ഡിവിഷൻ ബെഞ്ച്. നീതി ലഭിച്ചെന്ന് പ്രിയ. വിധി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് കണ്ണൂർ VC. സംസ്ഥാനത്തെ യൂട്യൂബർമാരുടെ വീടുകളിലും ഓഫീസിലും ED പരിശോധന. നടപടി നികുതി വെട്ടിപ്പ് പരാതിയിൽ. യൂട്യൂബർ തൊപ്പിക്കെതിരെ തെറിപ്പാട്ട് പാടിയതിന് കേസ്. അക്രമകാരികളായ നായ്ക്കളുടെ ദയാവധത്തിന് അനുമതി നൽകാൻ തീരുമാനം. തദ്ദേശ മൃഗസംരക്ഷണ വകുപ്പ് ഒന്നിച്ച് നടപ്പിലാക്കും. ABC നിയമത്തിൽ കേന്ദ്രത്തോട് ഇളവ് തേടും. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ മൂർഖൻ പാമ്പിന്റെ കുഞ്ഞിനെ വീണ്ടും പിടിച്ചു. മോദി അമേരിക്കയിൽ. ഇന്ത്യ US ബന്ധം ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല ലോകത്തിന് മുഴുവൻ പ്രധാനപ്പെട്ടത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആർട്ടിമിസ് ഉടമ്പടിയിൽ ചേരാൻ ഇന്ത്യ സമ്മതിച്ചു. ഇന്ത്യൻ ജനാധിപത്യത്തിൽ മതത്തിന്റെയോ മറ്റ് എന്തെങ്കിലുമോ അടിസ്ഥാനത്തിൽ പക്ഷപാതമില്ല. Prime Minister and I have just finished a very productive meeting, and the Prime Minister, I know you've got to get up to Capitol Hill very soon and to address the joint session to Congress. It's a testament to the strong and enduring and thoroughly bipartisan support that exists all across the United States for the friendship and partnership between India and the United States that they're anxiously waiting to hear you up on Capitol Hill. A partnership that is among the most consequential in the world, that is stronger, closer, and more dynamic than any time in history. Mr. Prime Minister, we've met many times over the past few years, most recently in Hiroshima at the G7 summit, and each time I was struck by our ability to find new areas of cooperation. Together, we're unlocking the shared future of what I believe to be unlimited potential. And with this visit, we're demonstrating once more how India and the United States are collaborating on nearly every human endeavor. And Your Excellency, राष्ट्रपति बाइडेन, दोनों देशों के डेलीगेट्स, मीडिया के साथियों, नमस्कार। सबसे पहले मैं राष्ट्रपति बाइडेन को उनके मित्रतापूर्ण शब्दों और भारत अमेरिका संबंधों के बारे में उनके सकारात्मक विचारों के लिए धन्यवाद देता हूं। फ्रेंड्स, आज का दिन भारत और अमेरिका के संबंधों के इतिहास में एक विशेष महत्व रखता है। आज की हमारी चर्चा और हमारे द्वारा लिए गए महत्वपूर्ण निर्णयों से हमारी कॉम्प्रिहेंसिव ग्लोबल स्ट्रेटेजिक पार्टनरशिप में एक नया अध्याय जुड़ा है। एक नई दिशा और नई ऊर्जा मिली है। फ्रेंड्स, भारत अमेरिका की व्यापार और निवेश साझेदारी दोनों देशों के लिए ही नहीं बल्कि वैश्विक अर्थव्यवस्था के लिए भी महत्वपूर्ण है। आज अमेरिका भारत का सबसे बड़ा ट्रेड पार्टनर है। हमने निर्णय लिया है कि व्यापार से जुड़े लंबित मुद्दों को समाप्त कर आईसेट यानी इनिशिएटिव फॉर क्रिटिकल एंड इमर्जिंग टेक्नोलॉजी हमारे तकनीकी सहयोग के महत्वपूर्ण फ्रेमवर्क के रूप में उभरा है। आर्टिफिशियल इंटेलिजेंस, सेमीकंडक्टर्स, स्पेस, क्वांटम और टेलीकॉम जैसे क्षेत्रों में अपना सहयोग बढ़ाकर हम एक मजबूत और फ्यूचरिस्टिक साझेदारी की रचना कर रहे हैं। अमेरिका की माइक्रोन, गूगल तथा एप्लाइड मटेरियल जैसी कंपनियों द्वारा
भारत में निवेश करने का निर्णय इस फ्यूचरिस्टिक साझेदारी का प्रतीक है। इस यात्रा के दौरान मुझे अमेरिका के कुछ अन्य सीईओज के साथ मुलाकात करने का भी अवसर मिला। उनके साथ हुई चर्चाओं में भी मैंने भारत के प्रति उत्साह और एक सकारात्मक सोच महसूस किया। हम दोनों सहमत हैं कि हमारी स्ट्रैटेजिक टेक्नोलॉजी पार्टनरशिप को सार्थक करने में गवर्नमेंट्स, बिजनेसेस और एकेडमिक इंस्टीट्यूशंस का साथ आना बहुत महत्वपूर्ण है। क्लीन एनर्जी ट्रांजिशन में भारत और अमेरिका के साझे विजन को इंप्लीमेंट करने के लिए हमने कई महत्वपूर्ण इनिशिएटिव लिए हैं। इसमें ग्रीन हाइड्रोजन, विंड एनर्जी, बैटरी स्टोरेज, कार्बन कैप्चर जैसे क्षेत्र शामिल है। हमने यह भी निर्णय लिया कि वैश्विक अनिश्चितताओं के बीच भारत और अमेरिका ट्रस्टेड पार्टनर्स की तरह रिलायबल, सिक्योर और रेजिलिएंट ग्लोबल सप्लाई चेन और वैल्यू चेन तैयार करेंगे। भारत और अमेरिका के बीच करीबी रक्षा सहयोग हमारे आपसी विश्वास और साझा रणनीतिक प्राथमिकताओं का प्रतीक है। पुराने समय के बायर सेलर्स रिलेशनशिप पीछे छोड़कर आज हम ट्रांसफर ऑफ टेक्नोलॉजी, को डेवलपमेंट और को प्रोडक्शन की तरफ बढ़ चुके हैं। जनरल इलेक्ट्रिक द्वारा भारत में टेक्नोलॉजी ट्रांसफर के माध्यम से इंजन बनाने का निर्णय एक लैंडमार्क एग्रीमेंट है। इससे दोनों देशों में रोजगार के नए अवसर भी खुलेंगे। यह आने वाले समय में हमारे रक्षा सहयोग को एक नया स्वरूप देगा। इस सहयोग में दोनों देशों के रक्षा उद्योग और स्टार्टअप्स महत्वपूर्ण पार्टनर्स हैं। उन्हें आपस में जोड़ना हमारे डिफेंस इंडस्ट्रियल रोडमैप का मुख्य उद्देश्य है। स्पेस साइंस और टेक्नोलॉजी में हमारा गहरा और वर्षों पुराना सहयोग रहा है। आज हमने आर्टेमिस अकॉर्ड्स में शामिल होने का निर्णय लेकर हमारे स्पेस कोऑपरेशन में एक लंबी उड़ान भरी है। संक्षेप में कहूं तो भारत और अमेरिका की साझेदारी के लिए इवन स्काई इज नॉट द लिमिट। फ्रेंड्स, हमारे संबंधों का सबसे महत्वपूर्ण स्तंभ हमारे पीपल टू पीपल टाइज है। भारतीय मूल के 40 लाख से भी ज्यादा लोग आज अमेरिका की प्रगति में महत्वपूर्ण योगदान दे रहे हैं। आज सुबह व्हाइट हाउस में इतनी बड़ी संख्या में भारतीय लोगों की उपस्थिति इस बात का प्रमाण है कि इंडियन अमेरिकन्स हमारे संबंधों की असली ताकत है। इन संबंधों को और गहरा करने के लिए हम अमेरिका द्वारा बेंगलुरु और अहमदाबाद में कॉन्सुलेट्स खोलने के निर्णय का स्वागत करते हैं। उसी तरह सिएटल में भारत का नया कॉन्सुलेट खोलेंगे। फ्रेंड्स, आज की बैठक में हमने कई क्षेत्रीय एवं वैश्विक मुद्दों पर चर्चा की। इंडो पैसिफिक में शांति और सुरक्षा यह हमारी साझा प्राथमिकता है। हम एकमत है कि इस क्षेत्र का विकास और सफलता पूरे विश्व के लिए महत्वपूर्ण है। हमने क्वाड पार्टनरशिप के साथ मिलकर इस क्षेत्र के सभी देशों के साथ अपना समन्वय बढ़ाने पर विचार साझा किए। आतंकवाद और कट्टरवाद के खिलाफ लड़ाई में भारत और अमेरिका
कंधे से कंधा मिलाकर चल रहे हैं। हम सहमत हैं कि क्रॉस बॉर्डर टेररिज्म को समाप्त करने के लिए ठोस कार्रवाई आवश्यक है। कोविड महामारी और यूक्रेन संघर्ष से ग्लोबल साउथ के देश विशेष रूप से पीड़ित हुए हैं। हमारा मत है कि इन समस्याओं के समाधान के लिए सभी देशों का एकजुट होना अनिवार्य है। यूक्रेन के घटनाक्रम के शुरुआत से ही भारत ने डायलॉग और डिप्लोमेसी के माध्यम से इस विवाद को सुलझाने पर जोर दिया है। हम शांति की बहाली के लिए हर संभव योगदान देने के लिए पूरी तरह से तैयार है। भारत की G20 की अध्यक्षता में हम वन अर्थ, वन फैमिली, वन फ्यूचर उस पर बल दे रहे हैं। ग्लोबल साउथ की प्राथमिकताओं को आवाज दे रहे हैं। मैं राष्ट्रपति बाइडेन का धन्यवाद करता हूं कि उन्होंने अफ्रीका को G20 का पूर्ण सदस्य बनाने के मेरे प्रस्ताव पर समर्थन जताया है। फ्रेंड्स, हमारे सभी साझे प्रयासों का मूल मंत्र है लोकतंत्र और लोकतांत्रिक मूल्यों तथा व्यवस्थाओं को सशक्त करना। विश्व के दो सबसे बड़े लोकतंत्र भारत और अमेरिका मिलकर विश्व शांति, स्थिरता, समृद्धि में महत्वपूर्ण सहयोग दे सकते हैं। मुझे विश्वास है कि इन मूल्यों के आधार पर हम दोनों देशों के लोगों की ही नहीं बल्कि पूरे विश्व की अपेक्षाओं और आकांक्षाओं को पूरा कर सकेंगे। राष्ट्रपति बाइडेन, आज की उपयोगी चर्चा के लिए मैं आपका बहुत बहुत धन्यवाद करता हूं। इस वर्ष G20 समिट के दौरान आपका भारत में स्वागत करने के लिए भारत और मैं स्वयं भी बहुत ही उत्सुक है। और जैसा राष्ट्रपति जी ने कहा, हम लोगों को मुझे जाना है बाद में कांग्रेस को एड्रेस करने के लिए, और इसलिए ज्यादा अधिक समय न लेते हुए मैं मेरी बात को विराम देता हूं। मैं फिर एक बार राष्ट्रपति का बहुत बहुत धन्यवाद करता हूं। Very soon, and to address the joint session to Congress. It's a testament to the strong and enduring. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത് ചേരുന്നുണ്ട്. മനു, ഇതിനു മുമ്പ് പലതവണ അമേരിക്കയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഈ സന്ദർശനത്തിന്റെ പ്രത്യേകതകൾ ഏറെയാണ്. സ്റ്റേറ്റ് വിസിറ്റിൽ ആണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ലഭിച്ച ഊഷ്മളമായ സ്വീകരണമായിരുന്നു വൈറ്റ് ഹൗസിൽ. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ നടത്തിയ ഈ സംയുക്ത പ്രസ്താവനയാണല്ലോ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തെല്ലാമായിരുന്നു, ഏതെല്ലാം മേഖലകളിൽ ആണ് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതവണ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി. പക്ഷേ അദ്ദേഹം ഇന്നത് പറഞ്ഞത് താൻ പലപ്പോഴും വൈറ്റ് ഹൗസ് പുറത്തു നിന്നാണ് കണ്ടത്. പക്ഷേ ഇന്ന് വൈറ്റ് ഹൗസിന്റെ വാതിലുകൾ തനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൂടുതൽ ആവേശകരമായിരുന്നു പിന്നീടുള്ള പ്രഖ്യാപനങ്ങൾ മുഴുവൻ. പ്രത്യേകിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഐക്യം ലോകത്തിന് മുഴുവൻ പ്രധാനപ്പെട്ടതാണ്. അത് ഈ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രം പ്രധാനപ്പെട്ടതല്ല, അത് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആർട്ടിമസ് ഉടമ്പടിയിൽ ചേരാൻ ഇന്ത്യ സമ്മതിച്ചു. അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബഹിരാകാശ പരിവേഷണത്തിൽ ഒരു പുതിയ കുതിച്ചുചാട്ടത്തിനാണ് ഈ ഉടമ്പടി വഴിവെക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഒരു പക്ഷപാതവും ഇന്ത്യയിലില്ല. ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പരിമിതികളില്ലാത്തൊരു ഭാവിയുടെ പരിമിതികളില്ലാത്ത സാധ്യതയുമാണ് തുറക്കുന്നത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ കൂടിക്കാഴ്ചയെ വ്യക്തമാക്കിയത്. അപ്പോൾ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും ജോ ബൈഡനും ഈ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. നാളെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി ശനിയാഴ്ച ഈജിപ്തിലേക്ക് തിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം വൈറ്റ് ഹൗസിലെ ഈസ്റ്റ് റൂമിൽ എത്തിയ പ്രധാനമന്ത്രി അവിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് എല്ലാവിധത്തിലും തങ്ങൾ സജ്ജരാണ്.
തീവ്രവാദത്തിന് എതിരായ ഒറ്റക്കെട്ടായ പോരാട്ടമാണ് ഇന്ത്യയും US-ഉം നടത്തുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ചർച്ചകളിൽ ഉക്രൈൻ ഒരു വലിയ ചർച്ചാ വിഷയമായി. അവിടെ ഉണ്ടായിട്ടുള്ള ഈ യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങൾ മാനവികതയുടെ മുഖം കൊണ്ട് അതിന് പരിഹാരം കാണുന്നതിന് ആണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് ബൈഡനുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും US-ഉം തമ്മിൽ ഒരു തന്ത്രപരമായ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന സമഗ്ര തന്ത്രപരമായ ഒരു പങ്കാളിത്തം പുതിയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ആകാശവും ഇനി തങ്ങൾക്ക് അതിരുകളല്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോൾ പ്രതിരോധത്തിനും അതുപോലുള്ള പ്രതിരോധ വ്യവസായങ്ങളിൽ, അതുപോലെ ഗവേഷണത്തിൽ, അതുപോലെ കൂടുതൽ ആളുകൾക്ക് അവിടെ അമേരിക്കയിലേക്ക് വിദ്യാഭ്യാസം നേടുന്നതിന്, അങ്ങനെ എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റമുണ്ടാകും എന്നാണ് ഈ യോഗത്തിന് ശേഷം പ്രതീക്ഷകളുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാ ഡൊമൈനുകളിലും കൂടിയാലോചനകളും ഏകോപനവും പ്രതിരോധ പങ്കാളിത്തവും സഹകരണവും ഒക്കെ ഇരട്ടിയാകുന്നു എന്ന് ജോ ബൈഡൻ വ്യക്തമാക്കുകയും ചെയ്തു. ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ അഭിസംബോധന ചെയ്യുന്നതിനും ആരോഗ്യ സംരക്ഷണം വിപുലീകരിക്കുന്നതിനും അതുപോലെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുമൊക്കെയുള്ള പ്രക്രിയയിൽ ഇന്ത്യയും US-ഉം ഒന്നിച്ചു നീങ്ങുന്നുവെന്നാണ് ബൈഡൻ വ്യക്തമാക്കിയത്. അപ്പോൾ ഉഭയകക്ഷി ചർച്ചകൾക്കായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സ്വീകരണം നൽകുന്നതിനൊപ്പം തന്നെ ഈ ലോകത്തെ തന്നെ ഒരു ലോകത്തിന് മുന്നിൽ തന്നെ ഒരു വലിയ 21ാം നൂറ്റാണ്ടിൻ്റെ ഒരു മികച്ച കൂട്ടുകെട്ടായി ഇന്ത്യയും അമേരിക്കയും പരിണമിക്കുന്നു എന്നതാണ് ഇതിൽ സുപ്രധാനം. ഇനി ഈ US കോൺഗ്രസിൻ്റെ സംയുക്ത സഭയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ജനപ്രതിനിധി സഭയും സെനറ്റും ഉള്ള ഒരുമിച്ച് വരുന്ന ഈ സഭയെ രണ്ടാം തവണ മോദി അഭിസംബോധന ചെയ്യുമ്പോൾ അങ്ങനെ അവസരം കിട്ടുന്ന ആദ്യത്തെയാൾ എന്ന തരത്തിൽ ഉള്ള ഒരു ബഹുമതി കൂടി അദ്ദേഹത്തെ തേടിയെത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ ജനാധിപത്യത്തെക്കുറിച്ച്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഇന്ത്യ G20 എന്ന ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നതിനെക്കുറിച്ച്, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിക്കുകയുണ്ടായി. നമ്മുടെ സംസ്കാരത്തിൽ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. അവിടെ ഇന്ത്യയിൽ ഈ പരിസ്ഥിതി സംരക്ഷണം എന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്ന സിദ്ധാന്തത്തിൽ ഇന്ത്യ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇന്ത്യയെ ഒരു ഗ്രീൻ ഹബ്ബാക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് നടക്കുന്നത് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം ഇതിൻ്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ഇന്ത്യ സൂക്ഷിക്കുന്നു എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയും അമേരിക്കയും തോൾ ചേർന്ന് തീവ്രവാദത്തെയും അതുപോലെ ഈ മതവാദത്തെയും ഒക്കെ എതിർക്കാനുള്ള ശ്രമം നടത്തും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ വ്യക്തികൾ അല്ലെങ്കിൽ പൗരന്മാരുടെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കും നിലനിൽക്കാൻ കഴിയണം എന്നാണ് ഈ യോഗത്തിൽ അവർ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഒട്ടനവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ വ്യാപാര ബന്ധത്തെ സംബന്ധിച്ച് ഒക്കെ പ്രധാനമന്ത്രിയുമായി പ്രസിഡന്റ് ബൈഡൻ ചർച്ചകൾ നടത്തി. വ്യാപാര മേഖലകൾ അത് ഈ ഒട്ടനവധി വിഷയങ്ങളിൽ, അത് ഡിഫൻസിനെ സംബന്ധിച്ചായിക്കോട്ടെ, അല്ലെ ടെക്നോളജിയെ സംബന്ധിച്ചായിക്കോട്ടെ, ജെറ്റ് പോലുള്ള സാങ്കേതിക വിദ്യയെ സംബന്ധിച്ചായിക്കോട്ടെ, അത്തരം ഒരുപാട് വിഷയങ്ങൾ ഈ ചർച്ചകളിൽ ഇടം പിടിച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്ക ബിസിനസ് പങ്കാളിത്തത്തിന്, അതുപോലെ വിദ്യാഭ്യാസ പരമായുള്ള അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയുള്ള പരസ്പര സഹകരണത്തിലും ഒക്കെ ഒരു ഗ്ലോബൽ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഏറ്റവും പ്രധാനം ഈ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ്. ഇന്ത്യയും അമേരിക്കയും ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തങ്ങൾക്ക് ഈ കൂട്ടായ്മയ്ക്ക് ആകാശം പോലും അതിരുകളല്ല എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ, ഇന്ത്യയും അമേരിക്കയും നാളിതുവരെ മുന്നോട്ട് വെച്ച ഒരു നയതന്ത്ര ബന്ധത്തിന് കൂടുതൽ കരുത്തു പകരുന്നു, അത് ഇരട്ടി ശക്തി പ്രാപിക്കുന്നു എന്നതാണ് ഇന്നത്തെ. തീർച്ചയായും മനു, അതിനുശേഷം ഈ മാധ്യമപ്രവർത്തകർക്കടക്കം ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള അവസരമുണ്ടായിരുന്നു. അവിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ബൈഡൻ തയ്യാറാകുമ്പോൾ എന്താണ് ചൈനയോടുള്ള നിലപാട് എന്നതടക്കം മാധ്യമപ്രവർത്തകർ ചോദ്യമായി ഉന്നയിച്ചിരുന്നു. അതിന് ബൈഡൻ നൽകിയ മറുപടി നമുക്ക് കേൾക്കാം.
when we're talking to our allies and partners around the world, including India, we let the idea of my choosing and avoiding saying what I think is the facts with regard to the relationship with India, with China, is just not something I'm going to change very much. I think I believe that, and I've said this for some time, that the hysteria about the relationship with China is collapsing and moving, et cetera, we had an incident that caused some confusion, you might say. But Secretary Blinken had a great trip to China. I expect to be meeting with President Xi sometime in the future, in the near term, and I don't think it's had any real consequence. Well, look, the Prime Minister and I had a good discussion about democratic values, and that's the nature of our relationship. We're straightforward with each other, and we respect each other. One of the fundamental reasons that I believe the U.S.-China relationship is not in the space it is in the U.S.-Indian relationship is that there's an overwhelming respect for each other because we're both democracies. And it's a common democratic character of both our countries and our people, our diversity, our culture, our open, tolerant, robust debate. And I believe that we believe in the dignity of every citizen. And it is in America's DNA, and I believe in India's DNA, that the whole world has a stake in our success, both of us, in maintaining our democracies, makes us appealing partners, and enables us to expand democratic institutions around the world. And I believe this, and I still believe this. റൈറ്റ് മനു ഭരത് വീണ്ടും ചേരുന്നുണ്ട്. മനു, ഈ ലഡാക്കിൽ ഉൾപ്പെടെ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ വലിയ ചർച്ചയാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിൽ ആയിരുന്നു ഈ ഇന്ത്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന നിലപാടിലേക്ക് അമേരിക്ക കടക്കുന്നത്. മാത്രവുമല്ല, യുക്രൈൻ റഷ്യ വിഷയമടക്കം ചർച്ചയായി എന്ന് ഇരുവരും ഈ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി നൽകിയ പശ്ചാത്തലം കൂടിയുണ്ട്. എന്തു തന്നെയായാലും ഇന്ത്യയുമായി അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുമ്പോൾ അത് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി മാറുന്നില്ലേ? അഭിലാഷ്, ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ആവശ്യങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിലുള്ളത് ഈ വ്യവസായം, വാണിജ്യം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലാകുമ്പോഴൊക്കെ തന്നെയും ഇന്ത്യ നേരിടുന്ന രണ്ട് സുപ്രധാന വിഷയങ്ങളാണ്. ഒന്ന്, ഈ അതിർത്തിയിലുള്ള പാകിസ്ഥാൻ്റെയും ചൈനയിൽ നിന്നുമുള്ള ആക്രമണങ്ങൾ. പാകിസ്ഥാൻ ഒരുപക്ഷെ തീവ്രവാദപരമായുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ചൈന നേരിട്ട് ഈ ഭൂമി പിടിച്ചെടുക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന ആരോപണം പല ഘട്ടങ്ങളിലും ഇന്ത്യ ഉയർത്തുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസിഡന്റ് ബൈഡനുമായിട്ടുള്ള ഈ ചർച്ചയിൽ ഇന്ത്യയുടെ ഈ രണ്ട് അയൽ രാജ്യങ്ങളോട് ഈ അമേരിക്കയുടെ നിലപാട് എന്തായിരിക്കും എന്നത് വളരെ നിർണായകം ആയിരുന്നു. ഏതായാലും തീവ്രവാദത്തെ ചെറുക്കാൻ ഇന്ത്യക്കൊപ്പം അമേരിക്കയും ഉണ്ട് എന്ന് ഇന്നത്തെ ചർച്ചയിൽ വ്യക്തമാകുമ്പോൾ ഒരുപക്ഷെ അത് പാകിസ്ഥാന് തിരിച്ചടിയാകുന്നു. പക്ഷേ ചൈനയുടെ കാര്യം വരുമ്പോൾ പ്രസിഡന്റ് ബൈഡൻ ആ നിലപാട് കടുപ്പിക്കുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ബൈഡൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ഒരു ഡിക്റ്റേറ്റർ എന്നാണ്, അത് ഒരു ഏകാധിപതി എന്നാണ് വിളിച്ചത്. അത് കാലിഫോർണിയയിൽ വെച്ചാണ് അങ്ങനെ ഒരു പ്രയോഗം, ഒരു ഫണ്ട് റൈസിങ് ധനസമാഹരണ യജ്ഞത്തിൽ വെച്ചാണ് ഇത്തരം ഒരു പ്രയോഗം ഉണ്ടായത്. പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ അദ്ദേഹം നൽകുന്നത്. ഏതായാലും ആളുകൾ പരസ്പര സഹകരണവും അതുപോലെ ബഹുമാനവും കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ഇന്ന് അദ്ദേഹം ഈ ചൈനീസ് ബന്ധത്തിൽ എടുത്തു പറയുന്നു. അത് ഈ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈ ഷീ ജിൻപിങ്ങിനെ കണ്ടതിന് ശേഷമാണ് ഇത്തരം ഒരു പ്രതികരണം വന്നത്. അപ്പം അതിനോടൊപ്പം തന്നെ നമുക്കറിയാം, നേരത്തെ ഈ ചൈനീസ് സ്പൈ ബലൂണുകളെ സംബന്ധിച്ച് ഒക്കെ ഉള്ള വലിയ വിവാദം, അമേരിക്ക അത് വെടിവെച്ചിടുകയും
അതിനെ ചൈന എതിർക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ചൈനീസ് ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അങ്ങനെയൊരു പ്രതികരണം വന്നത്. ഏതായാലും അത് മറിച്ച് ചിന്തിക്കുന്നു എന്ന് ബൈഡൻ പറയുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ചൈന ഒരു പക്ഷേ മനു, അപ്പോഴും ഈ ബൈഡന്റെ സംഭാഷണത്തിൽ പലപ്പോഴായി അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നുമുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ ജനാധിപത്യം ഇന്ത്യയിലുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് മറുപടിയായി നൽകുന്നു. ഒരു തരത്തിലും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ആ ജനാധിപത്യത്തിന്റെ ആണിക്കല്ലിന് ഒരു കോട്ടവും വരുത്തുന്നില്ല എന്ന് പ്രധാനമന്ത്രിയും പറയുന്നു. ആ ഒരു പ്രസ്താവന, ഇരു നേതാക്കളും ജനാധിപത്യത്തിൽ ഊന്നിക്കൊണ്ട് നടത്തുന്ന പ്രസ്താവന, അത് സ്വാഭാവികമായും നേരത്തെ താങ്കൾ മനു സൂചിപ്പിച്ചതുപോലെ ഈ ചൈനയ്ക്കെതിരെ ഉയരുന്ന വിമർശനം അവിടെ ഏകാധിപത്യ സ്വഭാവം നിലനിൽക്കുന്നു എന്നുള്ളതാണല്ലോ. അതെ, അത് ഏകാധിപത്യം സ്വഭാവം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചൈനയുമായുള്ള ഈ കഴിഞ്ഞ കാലങ്ങളിൽ വഷളായിക്കൊണ്ടിരുന്ന ബന്ധത്തെ ശക്തിപ്പെടുത്താനുള്ളൊരു ശ്രമം നടത്തുമെന്ന സൂചന ഒരുപക്ഷെ ഈ വാക്കുകളിലുണ്ട്. അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വലിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്നതാണ് നമുക്കറിയാവുന്ന. ഇന്ത്യയിൽ അമേരിക്ക ഈ പോസ്റ്റ് കോൾഡ് വാർ സിനാരിയോയിൽ, അതായത് ഈ ശീതസമരത്തിന് ശേഷമുള്ളൊരു കാലഘട്ടത്തിൽ ഇന്ത്യയുമായി കൂടുതൽ അടുക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിഞ്ഞു. നേരത്തെ ഇന്ത്യക്കെതിരെ USSRന്റെ ഭാഗത്തേക്ക് കൂടുതൽ ചാഞ്ഞു നിന്ന ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകൾ അമേരിക്ക അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ കൂടുതൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 119 ബില്യൺ വാണിജ്യമാണ് ഇരു രാജ്യങ്ങൾ തമ്മിൽ നടന്നത്. അപ്പോൾ അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു ഡെസ്റ്റിനേഷനായി മാറുകയാണ് അമേരിക്ക. മൂന്നാമത്തെ രാജ്യമാണ് ഏറ്റവും കൂടുതലധികം ടൂറിസ്റ്റുകളെ അയക്കുന്നത്. ഏറ്റവും അധികം ആളുകൾ പണം ചെലവാക്കുന്ന വിദേശ പൗരന്മാർ ഇന്ത്യക്കാരാണ്. മൂന്നാമതായി നിൽക്കുന്നത് ഇന്ത്യക്കാരാണ് ചൈനയിൽ, അപ്പോൾ അമേരിക്കയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വാണിജ്യ സാധ്യതകൾ അവിടെ തുറക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു ബന്ധം ഇന്ത്യക്ക് ഇനി ഒരു ഗ്ലോബൽ പൊസിഷനിങ്ങിൽ കുറേ കൂടി കരുത്ത് പകരും എന്നതാണ്. അപ്പോൾ ആഗോളതലത്തിൽ ഒരു അടയാളപ്പെടുത്തുക, ഇന്ത്യ എന്ന രാജ്യം കുറേ കൂടി കരുത്തുറ്റൊരു രാജ്യമായി അടയാളപ്പെടുത്തുന്നു. അവിടെ കൂടുതൽ വിഷയങ്ങൾ, പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗത്വത്തെക്കുറിച്ചൊക്കെയുള്ള വലിയ ചർച്ചകൾ നടക്കുന്നൊരു ഘട്ടത്തിൽ അതിനെയൊക്കെ പിന്താങ്ങാൻ അമേരിക്ക ഇനി എങ്ങനെ മുന്നോട്ട് വരും എന്നതിനെക്കുറിച്ചാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഇതൊരു ശുഭസൂചകമായ ഒരു നീക്കമാണ്. കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ തുറക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഈ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ പരസ്പരം തുറക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതിരോധ വ്യവസായത്തിൽ കൂടുതൽ അവസരങ്ങൾ തുറക്കുന്നു. ഒപ്പം തന്നെ ഈ മറ്റ് ചില മേഖലകളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ ക്വാഡ് രാഷ്ട്രങ്ങളുടെ, I2U2 രാഷ്ട്രങ്ങളുടെ, അതുപോലെ G20 രാഷ്ട്രങ്ങളുടെ ഒക്കെ വികസനത്തെക്കുറിച്ച് ഇന്നത്തെ ഈ യോഗത്തിൽ അവിടെ ചർച്ച ചെയ്യും. അപ്പോൾ ലോകക്രമം ചർച്ച ചെയ്യുന്ന രണ്ട് പ്രധാന രാജ്യങ്ങൾ ആയി ഇന്ത്യയും അമേരിക്കയും മാറുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇത് ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ കൂടുതൽ കരുത്താർജിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു ഗ്ലോബൽ സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയിൽ കൂടുതൽ കരുത്താർജിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് എന്ന് തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ തോതിൽ ചർച്ചയായ ഒന്നാണ്. അതായത് അമേരിക്ക വിസ വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു നരേന്ദ്രമോദി. പിന്നീട് പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇതിനു മുമ്പ് 6 തവണ അമേരിക്കൻ സന്ദർശനം നടത്തി. അതിനുശേഷം ഇപ്പോൾ 2009 മൻമോഹൻ സിംഗിനായിരുന്നു സ്റ്റേറ്റ് വിസിറ്റ് ലഭിച്ചത് എങ്കിൽ അതിനുശേഷം ഇതേ നരേന്ദ്രമോദിക്ക് തന്നെ, അതും ട്രംപുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. ബൈഡൻ പിന്നീട് പ്രസിഡന്റായി എത്തുമ്പോൾ എന്തായിരിക്കും അമേരിക്കയുമായുള്ള ബന്ധം എന്ന സംശയമൊക്കെ ഉയർത്തിയിരുന്നവർ ഉണ്ട്. അതിനെല്ലാം മറുപടി എന്ന നിലയിലേക്കാണ് അമേരിക്ക നൽകുന്ന ഏറ്റവും ഉന്നതമായ ആതിഥ്യം അത് പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നത്. ഇവിടെ മനു, തീർച്ചയായും ഈ നർമ്മ രീതിയിലെങ്കിലും ബൈഡൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മോദിയുടെ പ്രശസ്തി തനിക്ക് തലവേദനയാകുന്നു, കുഴപ്പം സൃഷ്ടിക്കുന്നു എന്നുള്ളത്. കാരണം ഇന്ത്യയെക്കാളൊക്കെ ഉയരത്തിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ആ രാജ്യത്തിൻ്റെ തലവന് ലഭിക്കുന്നതിനേക്കാൾ വലിയ സ്വീകാര്യത ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം നർമ്മരൂപേണയെങ്കിലും സൂചിപ്പിച്ചത്. ഇന്നിപ്പോൾ വൈറ്റ് ഹൗസിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോഴും ഭാരത് മാതാ കി ജയ് വിളികളും പ്രധാനമന്ത്രിക്ക് ജയ് വിളികളുമൊക്കെ കേൾക്കാമായിരുന്നു. ഗൺ സല്യൂട്ട് നൽകിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. അത് സ്റ്റേറ്റ് വിസിറ്റിന്റെ ഭാഗമായി. അങ്ങനെ എത്രത്തോളം ഊഷ്മളമായ ഒരു സ്വീകരണമായിരുന്നു വൈറ്റ് ഹൗസിൽ ലഭിച്ചത്. അതിനുശേഷം ഇരുവരും സംസാരിക്കുകയുണ്ടായിരുന്നു. അതിൽ എന്തിനായിരുന്നു ഊന്നൽ നൽകിയത്?
അതായത് പ്രധാനമായും ഈ നരേന്ദ്രമോദി എന്ന വൈറ്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ ലോകമാധ്യമങ്ങൾ അതിനെ വിവരിച്ചത് US ഒഫീഷ്യൽസ് ക്യൂ അപ്പ് ടു വെൽക്കം മോദി എന്നുള്ളതായിരുന്നു. അവിടെ സ്വാഭാവികമായും